السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله يا عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ കരുണയും കടാക്ഷവും നമ്മളിലും വിശ്വാസികളിലും നമ്മുടെ കുടുംബങ്ങളിലും അല്ലാഹു എല്ലായിടത്തും വർഷിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്ത് അത് ഏത് സൂറത്താണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതായിരിക്കും? ഞാനിപ്പോൾ ഓതിക്കേൽപ്പിച്ച ആയത്ത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദൂ മിൻ ഹൗലിക് എന്ന് പറയുന്ന ആയത്ത് മുമ്പ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ആയത്തിനെ കുറിച്ചൊരു ധാരണയുണ്ടോ? ഇത് വളരെ ഗൗരവമേറിയ ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ആ ഇരുണ്ട യുഗകാലക്കാരായ മുശ്രിക്കുകൾക്ക്, മക്കയിലുള്ള ആൾക്കാർക്ക് ഓതി കൊടുക്കുമ്പോൾ അവരുടെ കഠോരമായ സ്വഭാവം എത്രമാത്രമായിരുന്നു എന്ന് പണ്ട് നമ്മൾ മദ്രസയിലൊക്കെ റബീഉൽ അവ്വലിന് പ്രസംഗ പരിശീലനമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഉസ്താദന്മാർ എഴുതി തരുന്ന ആ പ്രസംഗ
പേപ്പറിലുണ്ട് അവരുടെ സ്വഭാവം എന്തായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധ ആ ചെറിയ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയിക്കോ. ഫ്ലാഷ് ബാക്ക് അല്ലേ? ഇരുണ്ട യുഗമെന്ന് ശാസ്ത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന, കൊള്ളയും കൊലയും നിത്യതൊഴിലാക്കിയിരുന്ന, ഓർമ്മയുണ്ടോ? മദ്രസയിൽ ഫസ്റ്റൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ടോ നമ്മളെ കൂട്ടത്തിൽ? പ്രസംഗിച്ചിട്ട് സ്ട്രോങ് അല്ലേ? അപ്പൊ അത്രമാത്രം എക്ക ഉണ്ടല്ലേ കുറച്ച് എക്ക കുറച്ചാൽ നന്നായി. അത്രമാത്രം വൃത്തികെട്ട സ്വഭാവത്തിന് ആണ്ട് പൂണ്ടുപോയ ഒരു ജനതയായിരുന്നു അത്. സംശയമുണ്ടോ? ഞാൻ അതിലേക്ക് പോയി. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു, മദ്യത്തിൽ മുങ്ങിക്കിടക്കുന്നൊരു വണ്ടിനെ എടുത്തുകൊണ്ട് പറയുകയാണ്, അല്ലയോ വണ്ടേ, നീ എത്രയോ ഭാഗ്യവാനാണ്, മതി വരുവോളം മദ്യം കുടിച്ച് വയറ് നിറഞ്ഞതിൽ മുങ്ങി മരിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയല്ലോ, എനിക്കതിന്റെ ഭാഗ്യമില്ലല്ലോ. ഉണ്ടോ? ഇതൊക്കെ നമ്മൾ പണ്ട് മദ്രസയിലും എന്ത് ചെയ്തിരുന്നു? പ്രസംഗ പരിശീലനത്തിന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ആണോ? പ്രസംഗ പരിശീലനത്തിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഒരാൾ മദ്യത്തിൽ മുഴുകിയിരുന്ന ഒരാൾ, അയാൾക്ക് മുന്തിരി വള്ളി അയാളുടെ കബറിൽ നടണം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കബറിന്റെ മേലെ മുന്തിരി വള്ളി നടണം. എന്താ ആലോചിക്കും? അപ്പൊ ആ മുന്തിരിന്റെ വേര് എൻ്റെ ശരീരത്തേക്ക് ഇറങ്ങുമല്ലോ. ഇറങ്ങുമ്പോൾ ആ മുന്തിരി എന്നാണല്ലോ കള്ളുണ്ടാക്കുന്നത്. അവന് കള്ളിനെ കുറിച്ച് നല്ല ഓർമ്മ ഉണ്ടാവും ഞാൻ കബറിൽ കിടക്കുമ്പോൾ. അങ്ങനെ ചിന്തിച്ചിരുന്നൊരു ജനത. ചെറിയ നിസ്സാരമായൊരു പ്രശ്നം ഉണ്ടായാൽ മതി, അപ്പൊ തന്നെ അതിനെ കൊത്തിപ്പൊക്കി വലുതാക്കി അതൊരു വിപ്ലവകരമാക്കി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന്റെ ആ തിരമാല പോലെ യുദ്ധം വരുന്ന രൂപത്തിൽ ആ ഒരു കാലഘട്ടം. ഇവിടെയാണ് ആരൊക്കെ ഉണ്ടായിരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ആ കൂട്ടത്തിലാണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല, ആ കൂട്ടത്തിലാണ് അലി റളിയല്ലാഹു തആല, ആ കൂട്ടത്തിലാണ് പിന്നെ ആര് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല, ഫൈസക്കാരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എല്ലാവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ്. പൈസ കൊണ്ട് കളിച്ചവർ, ഒക്കാവ ചന്തയിൽ അടിപിടി കൂടുന്ന പോക്കിരികളായ ആളുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അല്ലേ? അത്രമാത്രം വെറും എന്താ പറയേണ്ടത്? നമ്മളൊക്കെ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ നല്ലവരാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ ഗുരുത്തകളിലേക്ക് ലയിച്ചു പോയ ആളുകൾ അള്ളാന്റെ ദീൻ ഉൾക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ അവരെ പറ്റി ഒന്നും പറയാനില്ല. കാരണം എന്താ? ആ ജാഹിലിയത്ത് നോക്കുമ്പോൾ അവർക്ക് നിസ്സാര, അത്രമാത്രം അതപ്പതിച്ചവരായിരുന്നു അവർ. മഹാനായ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വന്തം ജീവിതവുമായിട്ട് ഇറങ്ങിച്ചെന്നിട്ട് അവരുടെ സ്വഭാവം അടിമുടി മാറ്റിക്കളഞ്ഞു. ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് കാലുകൾ റസൂലുള്ളാഹിന്റെ മുട്ടിനോട് ചേർത്ത് വെച്ചിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് ഖുർആൻ പറഞ്ഞു തന്നു. ആ ഖുർആൻ പറഞ്ഞു തന്നപ്പോ തരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളൊക്കെ ആരായിരുന്നു? ഖുർആൻ പറഞ്ഞല്ലോ, അൻതും അലാ ശഫാ ഹുഫ്റത്തിൻ, നിങ്ങളൊരു തീക്കുണ്ടത്തിന്റെ വക്കിലായിരുന്നു. അപ്പോഴാണ് പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നത്, നിങ്ങളെ രക്ഷപ്പെടുത്തിയതും. ആ ആയത്ത് എത്ര അനർത്ഥമാണ് അല്ലാഹുവിന്റെ റസൂലേ. ഞങ്ങൾ ഒരുപാട് മാറ്റിക്കളഞ്ഞില്ലേ അങ്ങ്? എന്നിട്ട് കുറെ നേരം കരഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തിന്? ആ റസൂലുള്ളാഹിയോടുള്ള സ്നേഹവും ആ റസൂലുള്ളാഹിയോടുള്ള ഇഷ്ടവും ആ റസൂലുള്ളാഹിയുടെ ഗുരുവായി സ്വന്തം ജീവിതത്തിൽ സ്വഭാവം എങ്ങനെയാണ്, ബിഹേവിങ് എങ്ങനെയാണെന്ന് കാണിച്ച് പഠിപ്പിച്ചു കൊടുത്തു പൊന്നാര റസൂലുള്ളാഹി. എന്നെ മാറ്റിക്കളഞ്ഞു. പണ്ടത്തെ ഉമറാണെങ്കിൽ ഞാൻ എന്തായിരുന്നു റസൂലേ എന്റെ അവസ്ഥ? ആ ഉമറിനെ എവിടെ ചിന്തിച്ചെന്നറിയോ? യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരാട്ടിൻകുട്ടി എങ്ങാനും പട്ടിണി കിടന്ന് മരിച്ചു പോയാൽ ഈ ഉമറിനെ നാളെ വിടൂല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ വേഷപ്രശ്നനായി ജനങ്ങളുടെ ക്ഷേമം അറിയാൻ വേണ്ടി ഇറങ്ങിയ ഉമറാക്കി മാറ്റിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് മാർഗദർശിയായിരുന്നത് ഖുർആനായിരുന്നു സഹോദരങ്ങളെ. ആ ഖുർആൻ അങ്ങോട്ട് കിട്ടി, ആ ഖുർആൻ അങ്ങോട്ട് മാറി. ഞാൻ ഇത് പറയാൻ കാരണം അറിയോ? ഞാൻ കുറച്ച് QHLS എടുക്കാൻ പോകുന്ന ആളാണ്. QHLS ഖുർആൻ ലേണിംഗ് സ്കൂൾ എടുക്കാൻ പോകുന്ന. അപ്പൊ തലശ്ശേരി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ക്ലാസ് ഇങ്ങനെ പോകും. അപ്പൊ അതില് എളമഞ്ചേരി അലീഖാന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല. എളമഞ്ചേരി അലീഖ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചങ്ങാതി ഉണ്ട്. നമ്മളെ പിന്നെ അദ്ദേഹം നമ്മൾക്ക് എല്ലാം ഒരുമിച്ചുള്ള കാലത്ത് KNM ഉള്ളായിരുന്ന ആളാണ്. അത് പിളർന്നിട്ടൊന്നുമില്ല.
നമ്മൾ ഒരുമിച്ച് ആക്കിയാണ് നമ്മൾ മുജാഹിദ് അങ്ങനെ. അപ്പോൾ ഇയാൾ ഒരു ദിവസം വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ നേരം വിടുന്നില്ല. എന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇയാൾ ദുആ ചെയ്യുമ്പോൾ എനിക്ക് സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുജാഹിദ് തന്നെയാണ്, പക്ഷേ എൻ്റെ ഭാര്യ എന്നെ മാറ്റിക്കളഞ്ഞു ഉസ്താദേ. അപ്പോൾ ഈ ഭാര്യയെ മാറ്റിക്കളഞ്ഞ് ഞാനുമായിട്ട് എന്ത് ബന്ധം എനിക്കൊന്നും തരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഭയങ്കര മുൻചൂണ്ടിക്കാരനായിരുന്നു ഞാൻ, എല്ലാത്തിനും ചാടി വീണും മറുപടി പറയും എല്ലാം. എന്നാൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല, കുറേ ദേഷ്യമൊക്കെ പോകും. ഭയങ്കര ചൂണ്ടിക്കാരനായിരുന്നു, എല്ലാ കാര്യത്തിലും എടുത്ത് എറിയുന്ന ആളായിരുന്നു, അങ്ങനത്തെ ഒരു ചിന്തക്കാരനായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ ഭാര്യ എന്നെ മാറ്റിക്കളഞ്ഞു. ഞാൻ ചോദിച്ചു എന്നോട് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. ആ ഭാര്യ നിങ്ങളെ ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്നില്ലേ, ആ ഖുർആൻ അവളെ മാറ്റി. ഖുർആൻ അവളെ മാറ്റിയപ്പോൾ അത് എന്നെ മാറ്റി, എൻ്റെ മക്കളെ മാറ്റി. ജമാഅത്തിൽ ഒന്നാമത്തെ സഫിലുണ്ടായിരുന്നു ഞാൻ, അതാക്കിയത് അവളാണ്. അപ്പോഴാണ് ഈ ഖുർആൻ പഠിപ്പിക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ട് എന്ന് തിരിച്ചറിവായി. ഈ നിങ്ങൾക്കറിയാം, പല പല സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കലുണ്ടായിരുന്നു പൊതുപ്രസംഗം. അത് നിർത്താൻ കാരണം ഒരൊറ്റ വിഷയമായിരുന്നു. ഇത് കാരണം എന്നറിയോ, നമ്മളെ കൊണ്ടൊരു ഖുർആൻ പഠിച്ചിട്ട് അതിലൂടെ എന്തെങ്കിലും മാറ്റം വന്നൊരു കുടുംബം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ രക്ഷപ്പെട്ട ഒന്നുമല്ല, അവരുടെ സ്വഭാവമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ അതിന് ഹദീസ് ഉണ്ടാവും. ആ ഹദീസ് അങ്ങ് വിശദീകരിച്ചു കൊടുക്കും, റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞു കൊടുക്കും, റസൂലുള്ളാഹിന്റെ നിലപാട് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഉമർ ഖത്താബിന്റെ നിലപാട്, അലി റളിയല്ലാഹുവിന്റെ നിലപാട്, ഇതങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. എന്റെ കഴിവല്ല, അല്ലാഹു എന്റെ കഴിവല്ല, അങ്ങനത്തെ ഒരു ചിന്ത എനിക്കില്ല, ഉണ്ടെങ്കിൽ അള്ളാഹ് എന്നെ ശിക്ഷിക്കും, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ നിലപാടെന്ന് പറഞ്ഞു കൊടുക്കും, അതിലൂടെ ഹൃദയത്തിൽ തറയ്ക്കും, ആ ഹൃദയത്തിൽ തറയ്ക്കും. അങ്ങനെ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായി. അത് ജീവിതത്തിൽ പകർത്തി. ഭർത്താവിനോട് പെരുമാറേണ്ട പെരുമാറ്റം പഠിപ്പിച്ചു, മക്കളോട് പെരുമാറേണ്ട പെരുമാറ്റം പഠിപ്പിച്ചു. റസൂലുള്ള മക്കളോട് പെരുമാറിയിരുന്ന രീതി, പ്രവാചകൻ തടവിയിരുന്ന തടവൽ പോലും പറഞ്ഞു കൊടുത്തു. മക്കളെ നമ്മളെന്താ വിളിക്കല്, പട്ടാള ചിട്ടയിലാണ് നമ്മളെ മക്കളോട് കൊണ്ടോടാ. റമദാനാണേ, നിങ്ങളോട് ക്ഷമിക്കണേ, എന്റെ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ ഇവിടെ മുഖത്ത് നമ്മുടെ എക്സ്പ്രഷൻ നോക്കി, മുഖത്ത് നേരത്തെ പറഞ്ഞില്ല പട്ടാള ചിട്ടയാണ്. ഇങ്ങനെയായിരുന്നോ നമ്മുടെ റസൂലുള്ള? ഇങ്ങനെയായിരുന്നോ മക്കളോട്? ഇങ്ങനെയായിരുന്നോ ഭാര്യയോട്? ഇങ്ങനെയായിരുന്നോ മാതാപിതാക്കളോട് പെരുമാറാൻ പറഞ്ഞത്? ആണോ? പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ അവിടുന്ന് പറഞ്ഞിരുന്നോ? അവിടുത്തെ മുഖം കറുത്തത് എപ്പോഴാണ്? ദീനിന്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോഴാണ് അങ്ങനെ അവരുടെ മുഖം തുടുത്തിരുന്നത്, ചുകന്നിരുന്നത്. ദീനിൽ എന്തെങ്കിലും കാര്യം തെറ്റിച്ചാൽ ആദ്യം പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ശരിയാവാതിരുന്നപ്പോൾ അല്ലാഹു റസൂൽ എന്ത് ചെയ്യും? മുഖം ചുവക്കും. ഏതുപോലെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ മുമ്പ് റസൂലുള്ള പറഞ്ഞിരുന്നു ആയിഷ ബീവിയോട്, എന്ത്? നിസ്കാരത്തിലെ ശ്രദ്ധ പുലർത്തുന്ന ശ്രദ്ധ വിട്ടുപോകുന്ന രൂപത്തിൽ പടങ്ങളും ചിത്രങ്ങൾ വരുന്ന സാധനങ്ങൾ തൂക്കാൻ പാടില്ല. അത് റസൂലുള്ള പഠിപ്പിച്ചൊരു നിയമമാണ്. ആയിഷ റളിയല്ലാഹു തആല എന്ത് ചെയ്തു? ഒരു നല്ലൊരു വിരി കിട്ടിയപ്പോൾ അത് അവിടെ കൊണ്ടുവന്ന് വിരിച്ചു. ആ വിരിച്ചതിൽ ഒരു ഒട്ടകത്തിന്റെയോ അല്ലെങ്കിൽ കുതിരയുടെയോ, കുതിരയെന്നാണ് ഞാൻ ഹദീസിൽ കേട്ടിട്ടുള്ളത്, കുതിരയുടെ ചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞ റൂമിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. പെട്ടെന്ന് മുഖം തിരിച്ചു. റസൂൽ മുഖം തിരിച്ചപ്പോൾ ആ പ്രകാശം ഒന്ന് നഷ്ടപ്പെട്ടു, മുഖം ഇങ്ങനെ ചുകന്നു. ആയിഷ ബീവി നോക്കുമ്പോൾ, ഞാനത് തെറ്റാ ചെയ്ത പഠിച്ചവനെ. ഞാൻ 4 ഭാഗത്ത് നോക്കി, പോയിട്ട് നേരെ പോയിട്ട് കണ്ടു, നബി ഇതാണോ? റസൂൽ മിണ്ടുന്നില്ല. അത് വേഗം ഞാൻ പറിച്ചെടുത്ത് കീറാൻ വേണ്ടി പോയി. എന്റെ കാര്യം, ജീവനുള്ള ചിത്രത്തിന്റെ സാധനം നമ്മൾ തൂക്കിയിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരുണ്യത്തിന്റെ മലായിക്കത്തുകൾക്ക് അതിൽ പ്രവേശിക്കൽ ഇഷ്ടമല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അറിയാതെ ചെയ്തു പോയതാണ്, ധിക്കരിച്ചതല്ല. ഒരു കൗതുകം കൊണ്ടിട്ട് ഉക്കും എന്ന് പറഞ്ഞുപോയി. അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖം ഒന്നും പറഞ്ഞില്ല, മുഖം ചുവന്നു മാത്രം. എന്നിട്ട് കീറാൻ വേണ്ടി പോയപ്പോ, ആശ കീറണ്ട, അത് കീറിയിട്ട് തല മാറ്റി തയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽഭാഗം ഒന്ന് കീറി തല വേറൊരു ഭാഗത്തും കാല് വേറൊരു ഭാഗത്തും ഒക്കെ ആകുന്ന ചിത്രമാകുന്ന രൂപത്തിൽ അതിനെ വ്യത്യാസപ്പെടുത്തുക. എന്നിട്ട് അതിനെ തുന്നി തച്ചാൽ നമുക്ക് തലയിണയ്ക്ക് ഉറയാക്കാനും പറ്റും, ബാക്കി നമുക്ക് വിരിക്കാനും പറ്റും. അപ്പൊ പരിപൂർണമായ ഒരു ചിത്രം, കണ്ണ്, മൂക്ക്, കാല് ഒക്കെയുള്ള ചിത്രം, അതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ചെറിയതായി ഇങ്ങനെ ഒരു നാ പോലെ വരച്ചാൽ ഒരു കാക്ക പറക്കുന്ന പോലെ ആക്കാൻ പറ്റും. ഒരു നാ, മലയാളത്തിലൊരു നാ ഇല്ലേ, ഇങ്ങനെ ഒരു കാക്ക പറക്കുന്ന പോലെ ആക്കാൻ പറ്റും. അത് കിട്ടുന്നുണ്ടോ? ഇല്ല. ചില വസ്ത്രങ്ങളുടെയൊക്കെ പരസ്യങ്ങൾ ഉണ്ടാവും, ഉള്ളിലാണ്, അണ്ടറിലാണ്.
മനസ്സിലായോ? അപ്പൊ അത് ഉള്ളിലുണ്ട്, പ്രശ്നമൊന്നുമില്ല, പുറമേ ആരും കാണുന്നില്ല, കുഴപ്പമൊന്നുമില്ല. അതിനെ പോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഓവർ സൂക്ഷ്മതയൊന്നും വേണ്ട. ഉള്ളിലുള്ള സാധനത്തിന് കട്ടിയുണ്ട്, ആൾക്കാരും കാണൂല. അത് കമ്പനിയുടെ ബ്രാൻഡ് ചിഹ്നമായിരിക്കും. പ്രശ്നമുണ്ടോ? ഇല്ല. അത് പുറമെ കാണുന്ന ഒരവസ്ഥ വരുമ്പോൾ പ്രശ്നം. അപ്പൊ ഇങ്ങനെ ഒരു ഹുക്കുമിനെ റസൂലുള്ളാഹി കണ്ടപ്പോൾ പ്രതികരിച്ച് എങ്ങനെയാണ്? ഒന്നും പറഞ്ഞില്ല, മുഖഭാവം കൊണ്ട് റസൂലുള്ളാഹി മാറ്റം വരുത്തി. ഇത് നമുക്ക് പറ്റൂലേ? പറ്റാം. അപ്പൊ അറിവില്ലാത്ത ജനങ്ങൾ ഉണ്ടാകാം, അറിവുള്ള ജനങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ഓതി വെച്ച ആയത്ത് ഏതാണെന്നറിയാമോ? സൂറത്ത് ആലി ഇമ്രാനിലെ 159 ആയത്ത്. മറന്നു വരുന്നത് ഏതാണ്? സൂറത്ത് ആലി ഇമ്രാനിലെ 159. ഒരിക്കലും മറക്കരുത്. ഞാൻ മറക്കരുത്, നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ കുടുംബം മറക്കരുത്, നമ്മൾ ഒരാളും മറക്കരുത്. അള്ളാന്റെ റസൂലുള്ളാഹിനെ അള്ളാഹ്ക്ക് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം റസൂലുള്ളാഹിയുടെ ക്വാളിറ്റി അള്ളാഹ് പറയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നബിയേ ലിൻതലഹും, അവരോട് താങ്കൾ സൗമ്യമായി പെരുമാറുന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് ലിൻത, താങ്കൾ ലയ്യിനായി സൗമ്യമായി പെരുമാറാൻ കഴിയുന്നത്. വലൗ കുന്ത ഫവ്വൻ, അതിന്റെ തജ്വീദ് കൂടി പഠിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. വലൗ കുന്ത, ഈ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? വളരെ കൂലുള്ള ഒരു സദസ്സിലങ്ങൾ ഇരിക്കണേ. ഒന്ന് ഖുർആനാണ്, രണ്ട് അതിന്റെ തദ്രീസാണ്, രണ്ട് അതിന്റെ തഅലീമാണ്, മൂന്നാമത് തജ്വീദാണ്. ഇതിനേക്കാളും വലിയ സദസ്സില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വാദിന്റെ മേലെ പുള്ളിയിട്ട വാദ് ഉച്ചരിക്കുന്നതും ത്വാഇന്റെ മേലെ പുള്ളിയിട്ട വാ ഉച്ചരിക്കുന്നതും വ്യത്യാസമാണ്. ചില ആൾക്കാർക്ക് എല്ലാം വായാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെയല്ല. അത് മൂന്ന് അക്ഷരാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആയത്തും കൂടിയാണിത്. എന്നാൽ വിശാലമായ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തും കൂടിയാണ്. എന്താണ് അല്ലാഹ് പറഞ്ഞത്? ഫബിമാ റഹ്മത്തിൻ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ്, ലിൻത, നബിയെ താങ്കൾ സൗമ്യമായി പെരുമാറുന്നത്. ലഹു, ആരോട്? ആ ജനങ്ങളോട്. അപ്പൊ ജനങ്ങളോട് വളരെ ലയ്യനായി അല്ലെ പെരുമാറാൻ കഴിയുക എന്നുള്ളത് അള്ളാഹിന്റെ റഹ്മത്താണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. അപ്പോ മക്കളോട് നമ്മൾ ലയ്യൻ, മോനെ അത് വേണ്ട മോനെ അല്ലെ, 2 വർഷമൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ദേഷ്യപ്പെട്ടൂടെ? പെടാം. ദേഷ്യപ്പെടുന്നതിന് കാര്യമുണ്ട്. നമുക്ക് ദേഷ്യപ്പെട്ടു പോയാലോ നമുക്കതിൽ തൗബ വേണം, പശ്ചാത്താപം വേണം. എന്നിട്ട് ആ വ്യക്തിയെ കണ്ടിട്ട് പറയാൻ സാധിക്കണം, ഞാൻ പറഞ്ഞത് ആ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, എനിക്കൊന്നും നേടാനില്ല, ആ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും സ്ട്രോങ്ങിൽ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളോട് വെറുപ്പില്ല കേട്ടോ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാനുള്ള വൈമനസ്യം കൂടി, മനസ്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കാട്ടണം. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അറിയോ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനുമായിട്ട് ശണ്ട കൂടി, ഭയങ്കര വാക്കുകൾക്ക്, ജൂതനാണ്, വാക്ക് തർക്കം, ജൂതൻ അന്യ ഭാഷ മതക്കാരൻ. അപ്പൊ ജൂതനുമായിട്ടാണ് വഴക്ക് വന്നിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി ഭയങ്കര ബഹളമായിട്ട് പോയി, തിരിച്ചു പോയിട്ട് അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? രാത്രി പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ജൂതന്റെ വീട്ടിലേക്ക് പോയിട്ട് മെല്ലെ പോയി വാതിലിൽ കൂട്ടി പറഞ്ഞു, അയാൾ തുറന്നു, നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടോ? എന്നെ കൊണ്ടില്ല. അത് നട്ടിപ്പോയി. കയറി വന്നിട്ട് പറയണേ, എന്നോട് പൊരുത്തപ്പെടണേ, മാപ്പാക്കണേ. അതിന് അലി, താങ്കളൊന്നും ചെയ്തില്ലല്ലോ, താങ്കൾ പറഞ്ഞ നല്ല കാര്യമല്ലേ, എനിക്കത് പിടിച്ചില്ല, ഞാനും ദേഷ്യപ്പെട്ടു, അങ്ങ് ദേഷ്യപ്പെട്ടു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കേട്ടോ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. കാര്യമായ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് പറയണേ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു മുസ്ലിമും കൂടിയല്ല സഹോദരങ്ങളെ. നമ്മളൊക്കെ വണ്ടി ഓടിച്ചിട്ട് പോകില്ലേ, വണ്ടി ഓടിച്ചിട്ട് അപ്പോഴത്തെ റോങ് സൈഡിലൂടെ വന്നു, നമ്മൾ തിരിച്ചെത്തുന്നവരെ തെറിയും പിടിച്ചിട്ട് പോകില്ലേ? ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നോട്. നോക്കി നടക്കില്ല, കണ്ണും കാണാതെ ഏത് സാധനം എനിക്കെല്ലാം ലൈസൻസ് കൊടുത്താൽ ആദ്യം തല്ലണമെന്നൊക്കെ പറയും. പിന്നെ ബാക്കി മച്ചത്തറിയാണ്. ഇതിന് ഞാൻ പറയുന്നില്ല, അള്ളാഹിന്റെ പള്ളിയാണ്, തീരെ പറഞ്ഞും കൂടാ. അള്ളാഹു കാത്താശിക്കട്ടെ. പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താ കരുത്, ആ മനുഷ്യനോട് പൊരുത്തം ചോദിക്കാൻ പറ്റുമോ? ഏതോ ഒരു ആന്ധ്രക്കാരനായിരിക്കും അയാൾ,
നമ്മൾ തെളിവ് പറഞ്ഞ ചങ്ങാതി ഒരു ആന്ധ്രക്കാരനായിരിക്കും. ലോറിക്കാരന്മാരാണല്ലോ എപ്പോഴും ഗുരുമാരും അല്ലേ അല്ലേ, സൈഡും തരൂല, അടങ്ങാറാക്കല പണി. മിണ്ടുന്നില്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറയുമ്പോൾ ആരും മിണ്ടുന്നില്ല അല്ലേ. ഈ മനുഷ്യനോട് പൊരുത്തം ചോദിക്കാൻ പറ്റുമോ നമുക്ക്? അലി റളിയല്ലാഹു ആ വ്യക്തി അടുത്ത ആളായിട്ട് പോയി പൊരുത്തം ചോദിച്ച് സമാനത്തിൽ ഉറങ്ങാൻ പറ്റും. ഇവിടെയാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ആയത്തിന്റെ ഗൗരവം. ഫബിമാ, അല്ലാഹ് പറയണം, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിയുടെ സ്വഭാവം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നബിയേ ലിൻത ലഹും. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് പറയാൻ എനിക്ക് യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ യോഗ്യത ഒന്നുമില്ലേ. അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ, എനിക്ക് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അല്ലാഹു തിരിച്ചറിവ് വന്നപ്പോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് എൻ്റെ മോനോട് ഞാൻ അങ്ങനെ പെരുമാറിപ്പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ. പിന്നെ ഒരുപാട് ഞാൻ പിന്നെ ഇന്ന് വരെ അവനോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. അത്രമാത്രം ക്രൂരമായിരുന്നു പെരുമാറ്റം. പക്ഷേ അള്ളാഹുവിൻ്റെ കലാമ നമ്മളെ മാറ്റം പറ്റി അല്ലേ. ഒരു അറബി ഈ ആയത്ത് മോദി എവിടെ ചെന്നറിയോ, ജാമിയ ഹിന്ദിൽ ദായിമാര മീറ്റിംഗിൽ. അദ്ദേഹം നമുക്ക് തജ്വീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ക്ലാസ്സിനോടേക്ക് ഓതിയതാണ്. പക്ഷെ ക്ലിക്കായത് നമുക്കായി പോയി. അതിൻ്റെ തഫ്സീറൊക്കെ ഒരു വായനയും അതിൻ്റെ ഗൗരവവും റസൂലുള്ളാഹി നിലപാടുകൾ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നി നമ്മളൊക്കെ മഹാപോക്കാണല്ലേ, സ്വഭാവത്തിന് പെരുമാറ്റത്തിന് മാറ്റം വന്ന സഹോദരങ്ങളെ. ശൈലി മാറിയപ്പോഴോ മക്കൾ നമ്മളോട് അടുക്കാൻ തുടങ്ങി. നമ്മളെ കാണുമ്പോൾ ഭീകരനെ പോലെ ഓടൂല, അവർ പാപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ പങ്ങി നിൽക്കാൻ തുടങ്ങി. പണ്ടൊക്കെ നമ്മളെ കാണുമ്പോൾ വാപ്പായിരുന്നു ഒറ്റോട്ടാ. ഇപ്പോഴോ അസ്സലാമു അലൈക്കും പാപ്പ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലെത്തി. എന്താണെന്നറിയോ, അല്ലാഹുവിന്റെ കലാമ മാറ്റം വരുത്തും സഹോദരങ്ങളെ. പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇരുന്നാല് ഇങ്ങനെ വളയും സ്വഹാബികൾ നാല് ചുറ്റും. അവർക്ക് വീട്ടിൽ പോകാൻ തോന്നൂല. ആ വീട്ടിൽ പോകാൻ തോന്നാത്ത കാര്യത്തെ പറ്റി അല്ലാഹു പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. അങ്ങനെ അവസ്ഥയിൽ എത്താൻ കാരണം അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് പൊന്നാര നബി. എന്നിട്ട് പറയുന്നു, വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബ്, താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റു നിന്നും ആൾക്കാർ പോയി കളയുമായിരുന്നു. റസൂലുള്ളാഹി പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ ഒരൊറ്റ കുട്ടി നബിയുടെ അടുത്ത് ഉണ്ടാവില്ല, എല്ലാവരും പോയി കളയുമായിരുന്നു. ആരാ പറയുന്നത്? അല്ലാഹ്. ഏതാ സൂറത്ത്? ഉറക്കെ പറയും സഹോദരങ്ങളെ. ഞാൻ ഇന്ന് പോയാൽ നിങ്ങൾ എല്ലാം മറന്നോ? ഈ ആയത്തെ മറക്കരുത്. ഞാനിവിടെ സംസാരിച്ച എല്ലാം മറന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ആയത്ത് മറക്കരുത്, ഇതിന്റെ ആശയം മറക്കരുത്. എന്നിട്ട് ഇസ്തഫ്തി ഖൽബക്, അല്ലാഹ് ഞാൻ കേട്ടല്ലോ നിന്റെ ദീന്, ഞാൻ വിശ്വാസിയല്ലേ, മുവഹിദല്ലേ, തൗഹീദിന്റെ ആണല്ലേ, എനിക്ക് ഇങ്ങനത്തെ പരുഷ സ്വഭാവം ഉണ്ടോ? പക്ഷെ ഞാൻ ഉള്ളിൽ ക്ലിയർ ആണ്, പാവമാണ്, അത് നിനക്കറിയും. പക്ഷെ ഞാൻ അങ്ങനെ പെരുമാറി പോകുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങൾ എങ്ങനെ എടുക്കുമെന്നുള്ളത് അറിയുന്നില്ല. ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റമദാൻ കൊണ്ട് ഖുർആൻ കൊണ്ട് ക്ലിയർ ആകുന്ന, ഖുർആന് റമദാൻ ഒരു പ്രത്യേകതയുണ്ട്, ലഅല്ലക്കും തഖ്വ. ഖുർആൻ തഖ്വ ഉണ്ടാക്കുന്ന ഗ്രന്ഥം, റമദാനോ തഖ്വ ഉണ്ടാക്കുന്ന മാസം. സുബ്ഹാനല്ലാഹ്. ഇന്ന് കിട്ടണം ഇൻഷാ അല്ലാഹ് അല്ലേ. അള്ളാഹു നമുക്ക് അവസരം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ സ്വഭാവത്തിൽ ഇനി കുറച്ചുകൂടി മാറും. ഞാൻ തീരുമാനമെടുത്തു. നിങ്ങൾ എന്ത് പറയണോ? ഇൻഷാ അല്ലാഹ് ഭാര്യയോട് മക്കളോട് നിങ്ങളൊക്കെ ഇങ്ങനെ പറയും ഉസ്താദ്, ഇവിടെ വയലൊക്കെ എടുത്ത് തീരുമാനം എടുത്താൽ വീട്ടിൽ പോയി നോക്കിയാൽ, അല്ലെങ്കിൽ തന്നെ ഈ റമദാനാകുമ്പോ ഈ കുഞ്ഞു മക്കൾക്ക് എന്തൊരു കുരുത്തക്കേടാണ് അല്ലേ. എന്നോട് പറഞ്ഞതാ സത്യം. 4-ാം വയസ്സിൽ നട്ടപ്പിരാന്താണ്, അടുത്തിരിക്കൂല, ഭയങ്കര കുരുത്തക്കേടാണ്. കാരണം എന്താ, പകൽ സമയത്ത് നമ്മൾ നോമ്പ് പോകാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചാൽ രക്ഷിതാക്കളുണ്ട് നമ്മുടെ അടുത്ത്. നല്ല ക്ഷമ വേണം. അപ്പൊ ഈ ഒരു മാസം ക്ഷമയുടെ സ്വബറിന്റെ മാസത്തിൽ എന്താണ്, സ്വഭാവത്തിൽ നമുക്ക് ക്ഷമ വേണം. അള്ളാഹുവേ, ചിലപ്പോ ഞാൻ ഈ പറഞ്ഞ എന്നെ തന്നെ അള്ളാഹ് പരീക്ഷിക്കും. അള്ളാഹ് അങ്ങനെ പഠിച്ചു പറഞ്ഞ പോലെ ജീവിക്കാൻ എനിക്കും പറഞ്ഞു തന്നെ. അള്ളാഹ് പേടിയാണ് ഈ വിഷയം പറയാൻ നമുക്ക് പേടിയാണ്. നിങ്ങളല്ലേ ഉസ്താദെ അവിടെ നിന്ന് പ്രസംഗിച്ചത് ക്ഷമ വേണം, ഇപ്പൊ എന്താ നിങ്ങൾ എങ്ങനെ ഇപ്പൊ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ വിഷയം മാത്രമല്ല, നിങ്ങളെ വിഷയം മാത്രമല്ല, എന്റെയും വിഷയവും കൂടിയാണ്. എനിക്ക് ഈ വിഷയം തന്നവർക്ക് ജസാക്കല്ലാഹ്. ഈ വിഷയം സംസാരിക്കാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു. ഞാൻ ആകെ കിട്ടി പഠിച്ചോ. ഇത് ഭയങ്കര, കാരണം ഇതെങ്ങനെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയണ്ടേ, നമ്മുടെ സ്വന്തം വിഷയം തന്നെയല്ലേ. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ പോലത്തെ
ഞാൻ എൻ്റെ നഫ്സിനെ പുണ്യവാളനാക്കുന്നില്ല, എല്ലാ തെറ്റിൽ നിന്നും ഒഴിവായവനാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന നഫ്സ ലമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും നഫ്സ് തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം പഠിച്ചവരെ, വല്ല തെറ്റും ചെയ്തോ സുലൈഖ വിഷയത്തില്? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ പിറകിലേക്ക് പോയിട്ട് ഓടി പിടിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് അറിയുമോ? സുന്ദരിയായ ഒരു സ്ത്രീ എന്നെ വന്ന് പിടിച്ചിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല, ഒരു ചാഞ്ചാട്ടം പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ എന്നെ കൊണ്ടാവില്ല കേട്ടോ. അല്ലാത്തൊരു വാക്കാണ്. തീർച്ചയായും നഫ്സ് തിന്മയിലേക്കാണ് ചാഞ്ഞു പോവുക. രോഗം പകരും, ആരോഗ്യം പകരുമോ? ചിക്കൻ കുനിയൊക്കെ എത്ര പെട്ടെന്നാ പകരുന്നത്. പോട്ടെ, നമ്മളിപ്പോ പോയ വൈറസിന്റെ പേരിനെ ഓർമ്മ നോക്കി നിങ്ങള്. എന്ത് കൊറോണ എത്ര പെട്ടെന്നാ പകരുന്നത്. എത്രയോ മനുഷ്യർ ആരോഗ്യത്തോടെ ഇരുന്നു, ഒരു കൊറോണയും പഠിക്കാതെ. അത് നമുക്ക് പകർന്നോ? അപ്പൊ ആരോഗ്യം പകരൂല. ആരോഗ്യം നേടിയെടുക്കണം, അല്ലെ? ആരോഗ്യം നേടിയെടുക്കണം, ഈ സ്വഭാവം നേടിയെടുക്കണം. പക്ഷേ ഈ ദുസ്വഭാവങ്ങളോ എത്രയും പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്യും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടിനോട് നമ്മൾ എങ്ങനെയാ പെരുമാറുക? ദേഷ്യം പിടിച്ച തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. തമ്മി തെറ്റിയാൽ തെറി പറയുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ വിശ്വാസിയല്ല. പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപട വിശ്വാസിയാണ്. തമ്മി തെറ്റിയാല് അതുവരെ കരളെ പൊന്നെ എന്നൊക്കെ വിളിച്ചു കിടക്കണം. എന്റെ ചങ്കാണ്, എന്റെ ചങ്ക് ബ്രോയാണ്, ഇരട്ടയാണ്, മുരട്ടയാണ് ചങ്കാന്നാ പറയുന്നത്. എന്നിട്ടോ ഇത് തെറ്റിപ്പോയാലോ ഡാഷ് 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 ഡാഷ്. അത് ഭാര്യനോടാവാം, മക്കളോടാവാം, ചങ്ങാതിനോടാകാം, അയൽവാസിനോടാകാം. അല്ലാഹു കാക്കട്ടെ. നമ്മുടെ സ്വഭാവമല്ല, കപട വിശ്വാസിയുടെ സ്വഭാവം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാചകവും അതാണ്. നബിയേ, അങ്ങ് പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റുവട്ടത്ത് നിന്ന് ആൾക്കാർ ഓടിക്കളയുമായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹ് ഫഅഫു അൻഹും, അവർക്ക് താങ്കൾ അഫ്വ നൽകണേ, വിട്ടുവീഴ്ച ചെയ്യണേ റസൂലുള്ളാഹ്. വസ്തഗ്ഫിർ ലഹും, അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റ് പറ്റിയ ആൾക്കാർക്ക് വേണ്ടി അങ്ങ് ഇസ്തിഗ്ഫാർ ചെയ്യണേ. അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ, അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ, ഒരു പാവങ്ങളാണ് അല്ലാഹ് എന്ന് പറയണം റസൂലേ. ആര്? മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്. ആരോട്? ഹബീബായ റസൂലുള്ളാഹിയോട്. എന്നിട്ട് അടുത്തവൻ വശാവിറുഹും ഫിൽ അംരി, കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോ നിങ്ങൾ മുഷാവറ കൂടണേ, കമ്മിറ്റി കൂടണേ, സ്വന്തം തീരുമാനമെടുക്കല്ലേ. എന്നിട്ട് ആ കമ്മിറ്റി കൂടിയിട്ട് ഫൈദാ അസംത, ഒരു തീരുമാനം നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ, ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യണേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹു തവക്കുൽ ചെയ്യുന്ന ആളുകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്. ആ വാക്ക് ഇന്നല്ലാഹ അർത്ഥം പറയും, നിശ്ചയമായും അല്ലാഹു യുഹിബ്ബു, അല്ലാഹു ഹുബ്ബാണ്. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. ആരോട്? അൽ മുതവക്കിലീൻ, അല്ലേ? പ്രയാസം ഇങ്ങനെ ആണ്ട് കിടക്കാണ് പ്രയാസത്തില്. ചില ആൾക്കാർ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ക്യാൻസറിന്റെ 4th സ്റ്റേജിലാണ്. എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്, അല്ലാഹു ശിഫ നൽകട്ടെ, അൽഹംദുലില്ലാഹ്. എന്നിട്ട് വർത്തമാനം പറയാൻ പറ്റത്തില്ല, അൽഹംദുലില്ലാഹ് എങ്ങനെയോ പറഞ്ഞു. നാവിലാണെങ്കിൽ ക്യാൻസർ. കൈ കെത്തിയിട്ട് തവക്കൽ അലല്ലാഹ്. ഞങ്ങളോട് പറയാം, കാണാൻ പോയത് ഞങ്ങളോട് പറയണേ തവക്കൽ അലല്ലാഹ്. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാൾക്കല്ലേ തവക്കൽ അലല്ലാഹ് എന്ന് പറയാൻ പറ്റുക? ഞാൻ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ജീവിച്ച ഒരാൾക്കല്ലേ ഞങ്ങളോട് പറയണേ തവക്കൽ അലല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു. ഒരു രോഗിയെ കാണാൻ പോയി, ഒരു വിശ്വാസിയെ കാണാൻ പോയി, ഞങ്ങൾ കരഞ്ഞുപോയി. അത് ഈമാനാണ് സഹോദരങ്ങളെ. ഈമാനും സ്വഭാവവും ഭയങ്കര ബന്ധം.
ഞാനേ സൂറത്തുൽ ഹുജറാത്ത് ഒന്ന് ഓതട്ടെ. സൂറത്തുൽ ഹുജറാത്തിൽ ഒരു ഭാഗം يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم فلا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه. ഈ ആയത്ത് കേട്ടില്ലേ? നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? നമ്മൾ പരദൂഷണം, ഗീബത്ത് എന്ന പാഠത്തിൽ ഈ ആയത്താ കൊടുക്കുക. നമീമത്ത് അപ്പോൾ ഈ ആയത്താ കൊടുക്കുക. ആ ആയത്തിന്റെ തുടക്കം യാ അയ്യുഹൻ നാസു എന്നാണോ, യാ അയ്യുഹല്ലദീന ആമനു എന്നാണോ? പറയും. യാ അയ്യുഹല്ലദീന ആമനു. നാസ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളോട് പറയാം, അല്ലെ? ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വിശ്വാസികളെ അള്ളാഹു വിളിക്കുന്നത് ഈമാൻ ചേർത്തിട്ടാണ്. അപ്പൊ ഈമാനും വിശ്വാസവുമായി നല്ല ഒരു എന്താ പറയുക, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അപ്പൊ വിശ്വാസം, ഈമാൻ ഉണ്ടോ, തൊട്ടപ്പുറത്ത് സ്വഭാവം ശരിയാവും. ഇപ്പൊ സ്വഭാവവും ഈമാനും, അല്ലെങ്കിൽ ഈമാനും സ്വഭാവം രണ്ടും ഇങ്ങനെ ഒരപ്പുറത്തും. കാരണം റസൂലുള്ള ഈ ടീമിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ടീമിനെ വാർത്തെടുത്തത് ആ രൂപത്തിലാണ്, അല്ലെ? പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരാൾ, ഓർമ്മ വന്നോ? ഹദീസ്, നമ്മളെ AC പള്ളി ഇത് ഓക്കെ, അങ്ങനെ ഒരുത്തം വന്ന് മൂത്രമൊഴിച്ചു. എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ജീവൻ അവന് ബാക്കി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലേ? 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 റസൂലുള്ളാഹിയുടെ പള്ളിയിൽ മൂത്രമൊഴിച്ചവനോട് റസൂലുള്ളാഹി ആദ്യം പറഞ്ഞറിയോ? സഹാബികളൊക്കെ അവനെ ആട്ടിപ്പോയി ചാടി ഇറങ്ങി വന്നപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞ ഒറ്റ ആദ്യത്തെ വാചകം അറിയോ? വെള്ളം ഒഴിക്കാനല്ല പറഞ്ഞത്, അവന്റെ മൂത്രം അറപ്പിക്കരുത്. എങ്ങനെ? അവന്റെ മൂത്രം അറപ്പിക്കരുത്, ഒഴിച്ചോട്ടി. കാരണം അറപ്പിച്ച നമുക്കറിയാം, പകുതി മൂത്രം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് മൂത്രമൊഴിച്ച് പോയത്. മനപ്പുറം വന്ന് മൂത്രമൊഴിച്ചല്ലോ, കെട്ടി നിന്നപ്പോ മൂത്രമൊഴിച്ചു ഒക്കെ പോകാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക്. മനസ്സിലായല്ലോ? അപ്പൊ എന്താ റസൂൽ അറപ്പിക്കരുത്, അറപ്പിച്ച അവർക്ക് പ്രശ്നമാവും, വേദനയാവും. കാരുണ്യത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ റസൂൽ കേട്ടപ്പോൾ ഒരു പൂച്ചയുണ്ട് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട പൂച്ച. പൂച്ചയുടെ പേരെനിക്ക് മറന്നു, ഹദീസിൽ കാണാം. റസൂലുള്ളാഹിന്റെ ഹുറൈറ എന്നതൊരു പേരുണ്ട്, നബി വളർത്തുന്ന ഒരു പൂച്ചയാണ്. ആ പൂച്ച നബിക്ക് ഭക്ഷണം കൊടുക്കും. ഈ പൂച്ച പ്രിയമുള്ളവന്മാരൊക്കെ പ്രിയമുള്ളവരൊക്കെ കൈ കുടിച്ചേ ആ കുറെ ആൾക്കാരുണ്ട്. എനിക്കത് ഇഷ്ടമാണ്, ആവണം ഇൻഷാ അല്ലാഹ്. പക്ഷേ പ്രകൃതിപരമായി എൻ്റെ നാട്ടിൽ ഉമ്മയില്ല അതിനോട് ദേഷ്യമാണ്, എനിക്ക് അതിനോട് ദേഷ്യമാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ അതിനോട് ഭക്ഷണമൊക്കെ കൊടുക്കും. അടുത്തിരുത്താൻ പേടിയാണ്, അത് മാന്തൂന്നൊക്കെ പഠിച്ചിട്ട് പരിചയമില്ല. പക്ഷെ എന്നാലും ആ പൂച്ചയോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നതോടെ എനിക്കിഷ്ടമാണ്. കാരണം എന്താ? ഹബീബിന്റെ ഇഷ്ടമായിരുന്നു ആര്? പൂച്ച. ആ പൂച്ചനോട് റസൂലുള്ളാഹി പെരുമാറിയൊരു പെരുമാറ്റം, അത് വായിക്കുമ്പോൾ കരയും. നമ്മൾ അയലെടുത്തോണ്ട് പോയി, ഇപ്പൊ മീനിനൊക്കെ ഭയങ്കര വിലയാണ്, അയലെടുത്തോണ്ട് പോയി, ഇപ്പൊ മത്തി എടുത്തോണ്ട് പോയി, അതെടുത്തോണ്ട് പോയി അവിടെ തൂരിമ്പ പാറ്റി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പൂച്ച ഒരു ദിവസം സുബഹി നിസ്കരിക്കാൻ ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹിന്റെ മിന്തിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഷോളറിൽ ഇടുന്ന സാധനം, ഷർട്ടിന് പകരമായിട്ട് നമ്മൾ ഇടുമല്ലോ, നിസ്കരിക്കുമ്പോൾ തോള് മറയണം. ആ തോള് മറയുന്ന കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു നോക്കാം, ഹുക്കുമും വരട്ടെ. നമ്മൾ ഈ തോള് മറയുമ്പോൾ രണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. കോളർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു വസ്ത്രം ഉണ്ടാവുക. ഒരു വിഭാഗം പറയുന്നല്ല, പെരടി, ഇത് ഈ തോള് പറഞ്ഞാൽ മതി. സൂക്ഷ്മതയ്ക്ക് എന്താ നല്ലത്? കുറച്ചുകൂടി ഇതും കൂടി മറയുന്നതാകണം. നിങ്ങളുടെ ടീഷർട്ടൊന്നും കുഴപ്പമില്ല, അതൊക്കെ മറയുന്നുണ്ട്, പ്രശ്നമല്ല. പക്ഷേ നമ്മൾ മറ്റേ വള്ളി ബനിയനില്ലേ, ഈ വള്ളി ബനിയനിട്ട് നിസ്കരിക്കുന്ന ചില ആൾക്കാരുണ്ട് വീട്ടിൽ. പഴയ കൈലി മുണ്ടും ഈ വള്ളി ബനിയനാണെങ്കിൽ വിയോർത്തിട്ട് മാറിയിട്ട് ഈ സാധനം വെച്ചിട്ട് അല്ലാഹു അക്ബർ, ഏത് യാത്രയിൽ നിന്ന് താമസിച്ച് വന്നിട്ട് നല്ല പാൻറ്റും കുപ്പായക്കാട് ഊരിയിട്ട് എന്നിട്ട് ഈ മാറുന്ന മുണ്ടും ഇതെല്ലാം എടുത്തിട്ട് കൊടുത്തിട്ടാണ് നിസ്കരിക്കുക. ഒന്നുമില്ല, ഇത് നമ്മൾ ചെയ്യരുത്.
യാ അയ്യുഹന്നാസ്, അല്ലാഹു അവിടെ പറഞ്ഞത് യാ ബനി ആദമ, ആദം സന്തതികളെ, ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ നിസ്കാരവേളയിലും നിങ്ങളുടെ അലങ്കാര വസ്ത്രം എടുത്ത് അണിയണം. അത് ഓർമ്മിച്ചു എന്ന് മാത്രം. അതിലേക്ക് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ വിട്ടുള്ള വിഷയം പറയാനുണ്ട്. അപ്പോൾ എന്ത് വേണം? അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക തന്നെ വേണം. ഏത് ചില ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വരെ വല്ലാഹി നിങ്ങളാരെ വല്ലാഹി ഞങ്ങൾ അറിയില്ല, ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ ഒരു സുമാറ് പറയും. അപ്പം 555 ബേക്കിൽ റോത്തുമാൻസ്, മനസ്സിലായിട്ടുണ്ടോ എന്താ പറയുന്നത്? ടീഷർട്ട് 55. ടീഷർട്ടിന്റെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിലൊക്കെ എന്താവും? ചിത്രം ഉണ്ടാവും. ബേക്കിലുള്ളവർ സമീഅ അല്ലാഹു ലിമൻ ഹമിദ 35. അതിന് വിൽസ് ഒന്നും കണ്ടില്ല, 35 കണ്ടിട്ടുള്ളൂ. പിന്നെ ഓൻ്റെ മൊത്തം ചിന്ത 35ലേക്കും. റോത്തുമാൻസ്, പിന്നെ കൊടുത്തോളി ലോ കോസ്റ്റ്, ഇതൊക്കെ ബേക്കിലുള്ളവൻ വായിക്കും. അതുകൊണ്ട് ഫ്രണ്ടിൽ വന്നാൽ വലിയ കുഴപ്പമില്ല, ബേക്കിൽ വരരുത്. എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമുണ്ടോ? തോന്നില്ലേ? ഞാൻ ദീന പറഞ്ഞിരുന്നു, പുറകിൽ എഴുത്ത് വരരുത്. കാരണം മറ്റുള്ളവരുടെ നിസ്കാരം ശ്രദ്ധ പോക്കാൻ നമ്മൾ കാരണക്കാരനാണ്. ടീഷർട്ട് ഇടുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ അന്ന് പറഞ്ഞ വാചകം ഈ ടീഷർട്ട് അല്ല പ്രശ്നം. ഒരാൾക്ക് ടീഷർട്ടാണ്, ഇപ്പോൾ ഇവിടെ മംഗലത്തിനൊക്കെ പോകുമ്പോൾ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ടീഷർട്ട് ഇടുന്നെങ്കിൽ കുഴപ്പമില്ല, അയാൾ ഇപ്പോൾ ടീഷർട്ടിൽ പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പള്ളിയിൽ മാത്രം ടീഷർട്ടും ഈ ഉണക്ക കയ്യിൽ കൊണ്ടും മംഗലപ്പുറയിൽ പോകുമ്പോൾ എൻ്റെ അമ്മ എന്ത് സൂട്ടിലാണ് പോകുന്നത്, സ്പ്രേയൊക്കെ അടിച്ച് നല്ല സുന്ദരനായിട്ട് പോകുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ യാ ബനി, ഏതാണ് ഉറങ്ങാടുന്ന കന്തൂറയാ? ഉറങ്ങാനിടുന്ന കന്തൂറ ഇട്ടിട്ടാ? അല്ലാ, കന്തൂറ നല്ലത് തന്നെ, പക്ഷേ ആ ഉറങ്ങാനിട്ട കന്തൂറ ഇട്ടിട്ട് നിസ്കരിക്കരുത്. കാരണം എന്താ? ഇവിടെ നിന്നൊക്കെ ഒരു നാറ്റം ഉണ്ടാവും, ഇങ്ങനെ സീറൊലിച്ചിട്ട്. മനസ്സിലായില്ല? അപ്പോ അല്ലാഹു യുഹിബ്ബുൽ ജമാല, അല്ലാഹ് സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ ജമീലും യുഹിബ്ബുൽ ജമാല. അപ്പൊ ജമാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണേ, ശ്രദ്ധിക്കണേ എന്നുള്ളതിൻ്റെ പേരിൽ മാത്രവുമല്ല, ഒരു നമ്മൾ വസ്ത്രം അള്ളാൻ്റെ പള്ളിയിൽ പോവാണ്, സുഗന്ധം, ഒരു ലൈറ്റ് സുഗന്ധമൊക്കെ ഒന്ന് പുരട്ടി. തല നനയ്ക്കാൻ പറ്റില്ല, രാവിലെ നമുക്ക് കുളിക്കാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ രാവിലെ ഒന്ന് മേലൊക്കെ ഒന്ന് കഴിയും. കാരണം ഇപ്പോൾ നല്ല ചൂടാണ്, രാത്രി മുഴുവനും വിയർത്തൊലിച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മൾ തൊട്ടടുത്ത ഒരുത്തൻ കുളിച്ചിട്ടാണ് വന്ന് നമ്മുടെ സോഫയിൽ നിൽക്കുന്നതെങ്കിൽ ഈ കുളിക്കാത്തവൻ്റെ നാറ്റം ആർക്കടിക്കും? അടിക്കൂലേ? കുളിക്കൂലേ? ഇവന്റെ ചിന്ത മുഴുവൻ അവന്റെ കുളിക്കാതിനെ പറ്റി ആലോചിച്ചിട്ട് പോയി. അപ്പൊ അതിന്റെ വകുപ്പ് ഉണ്ടാക്കണം, വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് പുറമൊക്കെ ഒന്ന് കഴുകി ശുദ്ധിയായി വേറൊരു നല്ല ഉണങ്ങിയ ഒരു വസ്ത്രമൊക്കെ ഇട്ട് ഒരു സുഗന്ധമൊക്കെ പൂശി അങ്ങനെ ജമാഅത്തിന് വരാൻ നമുക്ക് പറ്റണം. ഞാനിത് പറഞ്ഞത് നിത്യ തൊഴിലുള്ള ആൾക്കാരെ പറ്റിയല്ല. ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടാവും, അതുപോലെ തന്നെ സൈറ്റിൽ ഈ ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്ന പണിക്കാരുണ്ടാവും. ഞാൻ അവരെ പറ്റിയല്ല പറഞ്ഞു കേട്ടോ. അവർക്ക് അള്ളാഹു എന്താ കൊടുത്തത് അത് മതി, അത് ബാക്കിയുള്ളവർ സഹിക്കുക. കാരണം വെച്ചാൽ അവർക്ക് വേറെ വഴിയില്ല, അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കും. അതുപോലെയല്ല വീട്ടിൽ നിന്ന് ഫ്രഷായി വരുന്ന നമ്മൾ, വീട്ടിൽ നിന്ന് ഒരു പണിയില്ലാണ്ട് വരുന്ന നമ്മളുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് എന്തായാലും പാലിക്കണം. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായല്ലോ. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടാവും, അതുപോലെ തന്നെ കഠിനമായി വിയർത്തൊലിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഒരു വസ്ത്രം വെച്ച് കൊണ്ടുപോകാൻ സൗകര്യപ്പെട്ടോണമെന്നില്ല. അവർക്ക് എന്താണ് ആ വസ്ത്രത്തിൽ നിസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി പറഞ്ഞ വാചകം, ഖുർആൻ പറഞ്ഞ വാചകം ആരെ പറ്റിയാണ്? സൗകര്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യം ഉണ്ട്, എന്നിട്ടും കണ്ടോ പള്ളിയിലേക്ക് പോകുമ്പോൾ ചില ആൾക്കാർ വസ്ത്രം തിരയുന്ന കാണണം. തൂക്കിയിടുന്ന വസ്ത്രം നല്ല നല്ലതൊക്കെ തൂക്കിയിട്ടുണ്ട്, അതോടില്ല, ഏറ്റവും പഴയതെടുത്ത് പള്ളിയിലിട്ടു. അല്ലാഹ് പറഞ്ഞ വാചകം യാ ബനി ആദമ ഖുദൂ സീനതകും, എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഭംഗിയെ നിങ്ങൾ എടുത്തു സ്വീകരിക്കുവിൻ ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ നിസ്കാര സ്ഥലത്തും. മസ്ജിദിന്റെ അർത്ഥം നിസ്കരിക്കുന്ന സ്ഥലം. ഏത് നിസ്കാര സ്ഥലത്തും നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ സ്വീകരിക്കണം. വീട്ടിൽ നിന്ന് നിസ്കരിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന്, പള്ളിയിൽ നിന്നാണെങ്കിൽ പള്ളിയിൽ നിന്ന്. രണ്ടർത്ഥവും പണ്ഡിതന്മാർ ഒറ്റയടിക്കാൻ കൊടുത്തു. വീട്ടിൽ നിന്ന് വേറെ അല്ല, നിസ്കരിക്കുന്ന ഏത് സ്ഥലത്തും നിങ്ങൾ എന്ത് ചെയ്തോളണം? ഈ നിലപാട് സ്വീകരിക്കണം. അല്ലാഹുവേ, എനിക്കും, ഞാൻ യാത്ര കഴിഞ്ഞൊക്കെ വരാറുണ്ട്, ആ സമയത്ത് അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് സ്ഥിരക്ക് ഇട്ടിട്ട് കുറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്ലീസ് നമ്മുടെ അടുത്ത് ഇങ്ങനെ മന്ത്രിച്ചു തരും.
അപ്പൊ അതൊന്നും നമ്മൾ അലസാൻ പാടില്ല. അല്ലാഹ് തീർച്ചയായും ഇൻഷാ അല്ലാഹ് നിന്റെ മുന്നിലാണ്. ഇത് വളരെ വൃത്തിയോട് ശുദ്ധിയോടെ നിസ്കരിക്കുക എന്നുള്ള എൻ്റെ റസൂലുള്ള പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അത് പാലിക്കണം. എത്ര പുണ്യമുള്ള കാര്യമാണെന്ന് അറിയാൻ എനിക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിർ, ആ മുദ്ദസ്സിർ എന്ന് ഓതോ നിങ്ങൾ. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر. അല്ലേ? യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഈ മുണ്ടിട്ട് മൂടിപ്പുതച്ചുറങ്ങുന്നവനെ, ഖും എഴുന്നേൽക്ക്. റസൂലുള്ളാഹിനെ അല്ലാഹു വിളിക്കുക, ഖും എഴുന്നേൽക്ക് നബിയെ. മുണ്ടിട്ട് മൂടിപ്പുതച്ച് കിടക്കാനുള്ള ആളല്ല, എഴുന്നേൽക്ക് നബിയെ. ഫഅൻദിർ, താങ്കൾ മുന്നറിയിപ്പ് നൽകുക. താങ്കളുടെ റബ്ബിനെ താങ്കൾ മഹത്വപ്പെടുത്ത്, തക്ബീർ ചൊല്ല്. അടുത്ത വാചകം അറിയോ? താങ്കളുടെ വസ്ത്രം താങ്കൾ ശുദ്ധിയാക്കി വെക്കണം. അപ്പോ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങുന്ന, ദഅവത്തിന് ഇറങ്ങുന്ന നമ്മൾ, അതുപോലെ ഇബാദത്തിന് ഇറങ്ങുന്ന നമ്മൾ നല്ല സുന്ദരനായിരിക്കണം. നമ്മൾ എന്താ പറയുന്നു? ഏട്ടാ അള്ളാഹ് മറക്കാം പോകുന്ന പോക്കില് നമ്മളങ്ങനെ മരിച്ചു വരാം. അള്ളാഹു അങ്ങനെ ഏതായാലും മരിക്കുമ്പോൾ അള്ളാഹ് അങ്ങനത്തെ ഒരു മരണം തരട്ടെ. ഹദീസിൽ എങ്ങനെയാണല്ലോ പറഞ്ഞത്, ആ പള്ളിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അവൻ മരിച്ചു പോയാൽ അവൻ ദഖലൽ ജന്ന, സ്വർഗത്തിലാണ്. പൊന്നാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ രൂപത്തിൽ നല്ല സുഗന്ധം പൂശി വീട്ടിൽ അസ്ബദൽ വുദു എന്ന് പറഞ്ഞാൽ എല്ലാം ചോദിക്കട്ടെ, നമ്മൾ റമദാൻ എല്ലാം പ്രാക്ടീസ് ആണല്ലോ, പ്രാക്ടീസിന്റെ സമയമാണല്ലോ. നമ്മൾ വുദു എടുക്കുന്ന പള്ളിയിൽ നിന്നാണോ വീട്ടിൽ നിന്നാണോ? നമ്മൾ യാത്രയും വന്നു, അല്ലെങ്കിൽ വുദുവും വരുന്ന വഴിയിൽ മുറിഞ്ഞുപോയി. ആൾക്കാർക്ക് ഗ്യാസിന്റെ പ്രശ്നവും പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അവരെ പറ്റിയല്ലോ കേട്ടോ, അവർക്ക് എവിടെ നിന്ന് എടുക്കാം. വീട്ടിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ എവിടെ നിന്നാണ് കൊടുക്കേണ്ടത്? വീട്ടിൽ നിന്ന് തന്നെ വുദു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് മുറിഞ്ഞു പോയെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുതുക്കാം, പക്ഷെ കൂലി കിട്ടും, വീട്ടിൽ നിന്ന് എടുത്ത കൂലി കിട്ടും. ഒരാൾ പറയണേ എനിക്ക് ഗ്യാസിന്റെ അസുഖമുള്ളതാണ്, ഞാൻ വീട്ടിൽ നിന്ന് കാര്യമൊന്നുമില്ല. അല്ല, കാര്യമുണ്ട്. എന്തെന്നറിയാമോ? അയാൾ വീട്ടിൽ നിന്ന് വുദു എടുത്തു, റസൂലുള്ളാഹി അയാൾ ഇത്തിബാ ചെയ്തു. അങ്ങനെ അയാൾ വീട്ടിൽ നിന്ന് വുദു എടുത്തു. അസ്ബഗൽ വുദു, ഹദീസിൽ പറഞ്ഞാണ് വുദു ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്തു. അല്ലെ, നല്ല രൂപത്തിൽ ചെയ്ത് പറഞ്ഞാൽ കുറെ വെള്ളം ഒഴിക്കലാണോ? അല്ല, ഉള്ള വെള്ളത്തിൽ. ഞാൻ യൂട്യൂബിൽ കണ്ടൊരു രംഗമുണ്ട്. ഇത്ര താടിയുള്ള ഒരു മനുഷ്യൻ, അയാൾ ഒരു കപ്പ് വെള്ളത്തിൽ, കണ്ടില്ല നിങ്ങള്? ആ കപ്പ് വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ഒലിക്കുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു. ഞാൻ വിചാരിച്ചത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെന്ന് സൂക്ഷിച്ചൊക്കെ നോക്കി കുറെ ആൾക്കാരെ കൊണ്ട് ചോദിച്ചു. എഡിറ്റിംഗ് ആണ് എല്ലാ സ്ഥലത്തും, റിയൽ പക്ക റിയൽ വീഡിയോ ആണ്. ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരു കപ്പിൽ മുഴുവൻ ഒലിക്കുന്ന രൂപത്തിൽ വെള്ളം എടുക്കുക, കൊടുക്കുക. എന്നിട്ട് തലയൊക്കെ തടയും, കാലം കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം കാണിച്ചു തരും നമുക്ക്. അതിനകത്ത് ഇനി ഒരു കാല് ഭാഗം വെള്ളമുണ്ട്. എൻ്റെ അള്ളാഹ് ഞെട്ടിപ്പോയി. നമ്മളെയൊക്കെ അള്ളാഹ് എന്ത് ചെയ്യും ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് നാളെ ലോകത്ത് അങ്ങല്ലേ? ചില ആൾക്കാർ കഥ പറഞ്ഞിട്ടാണ് ഒരു ടാപ്പ് തുറന്നിടുക, വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും ടാപ്പ് തുറന്നിട്ട് കഥ പറയാ. ഞാൻ എന്ത് ഉഷാറുണ്ടായെന്ന് അറിയാം, ഇത് വെള്ളം കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്ന് എത്രയോ പ്രാവശ്യം വാർത്തകൾ വന്നു കഴിഞ്ഞു. ഈ മാർച്ച്, ഏപ്രിൽ, മെയ് വരെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് കാസർഗോഡ് ജില്ല അത്രേ. നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ വിടുവോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് അത്. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്ന രംഗം, വെള്ളം ഉപയോഗിക്കുന്ന രംഗം, സൂക്ഷ്മത പാലിക്കാൻ നമ്മൾ തൗഫീഖ് നൽകട്ടെ. കമ്മിറ്റിക്കാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. മിക്ക പള്ളികളിലും കണ്ടൊരു നല്ലൊരു സ്വഭാവം, ഈ ടാപ്പിൽ വെള്ളം കുറഞ്ഞു വരുന്ന രൂപത്തിലാക്കി വെക്കുന്ന എന്തോ സംവിധാനം ഉണ്ടല്ലോ. ജനങ്ങൾ പഠിച്ചോട്ടെ, പറ്റുമെങ്കിൽ ചെയ്തോളൂ. എത്ര തുറന്നാലും അത് കുറച്ചേ വരുമോ? ആ ബസ്സിൽ അങ്ങനെ കണ്ടോ കുറേ വെള്ളം ലാഭിക്കുന്ന പരിപാടിയുണ്ട്. അള്ളാന്റെ തൗഫീഖ് നിങ്ങൾ മനസ്സിലൊന്ന് ഇട്ടേക്ക്. അള്ളാഹ് സാമ്പത്തിക അവസ്ഥ തരട്ടെ. ആ ഒരു സംവിധാനം ചെയ്താൽ നമുക്ക് രണ്ട് കൂടിയിട്ട്, ഒന്ന് ഈ വെള്ളം നിയന്ത്രിക്കാൻ പറ്റും, രണ്ടാമത്തത് ആൾക്കാർക്ക് ഈ ചെറിയ രൂപത്തിൽ വെള്ളം കൊണ്ടുപോകാനുള്ള മാനസിക അവസ്ഥയിലേക്ക് നമ്മളെ പരിവർത്തിപ്പിച്ചെടുക്കാൻ പറ്റും. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പം നമ്മുടെ സ്വഭാവത്തിലുള്ള പെരുമാറ്റത്തിലുള്ള മര്യാദകൾ. അപ്പൊ റസൂൽ ഈ ആയത്ത് നമ്മൾ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് എന്ന് പറയുന്ന ആയത്ത് അവതരിക്കാൻ ഒരു കാരണമുണ്ട്. ഉഹദ് യുദ്ധത്തിൽ സഹാബികളിൽ പല പാകപ്പിഴവുകളും ഉണ്ടായി.
അനുസരണക്കേടുണ്ടായി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഇത്ര ആളുകൾ 50 ആളുകൾ 50 ആളുകളെ ഞാനിതാ മലമുകളിൽ നിർത്തുകയാണ്. കഴുകന്മാർ ഞങ്ങളുടെ ശരീരം കൊത്തിയെടുത്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നാലും നിങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാതെ നിങ്ങൾ തുടരെ അമ്പ് വിട്ടുകൊണ്ടേ ഇരിക്കണം. വിജയം നമുക്ക് കിട്ടിയാലും എന്റെ അനുമതിയില്ലാതെ താഴെ വരരുത്. ആരാ പറയുന്നത്? റസൂലുള്ളാഹ്. എന്റെ അനുമതിയില്ലാതെ നിങ്ങൾ താഴെ വരരുത്. അങ്ങനെ യുദ്ധം തുടങ്ങി. ഉഹദ് യുദ്ധം നമുക്കറിയാലോ. യുദ്ധം തുടങ്ങി. അത് ദൊന്ന യുദ്ധമായിരുന്നു. ദൊന്ന യുദ്ധം തുടങ്ങി. അവസാനം അസ്വദ് എന്ത് ചെയ്ത്? അസ്വദ് വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിന്റെയും ഒക്കെ ഹൗള് കലക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ യുദ്ധം പിന്നെ ഭയങ്കര യുദ്ധമാണ്. ഈ യുദ്ധമൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് മറ്റൊരു പേടിച്ച് ഓടാൻ തുടങ്ങി. ആര്? മക്ക മുശ്രിക്കീങ്ങൾ ഓടാൻ തുടങ്ങി. ഈ സമയത്ത് വലതു ഭാഗത്തെ കമാൻഡർ ആരാണ്? വലതു ഭാഗം അവിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെതല്ല, അവിശ്വാസികളുടെ കമാൻഡർ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല. അദ്ദേഹം മുസ്ലിം അല്ല. ആ വലതു ഭാഗത്തെ ആളിങ്ങനെ ആലോചിക്കുകയാണ്, ഈ യുദ്ധത്തിന് തിരിച്ചുവിടാൻ എന്ത് വഴി? അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിക്കുന്നത് വേറെ ആരുമല്ല, ഈ 50 അമ്പെയ്ത്തുകാരാണ്. ഇവരെ സൂത്രത്തിൽ താഴേക്ക് വരുത്തിയാൽ നമുക്കിത് പിടിച്ചു പറ്റാൻ ബുദ്ധിമാനായ യുദ്ധതന്ത്രജ്ഞനായ ഖാലിദ് റളിയല്ലാഹു മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹം ദൗർബല്യം കാക്കുകയാണ്. എന്താണ്? സ്വഹാബികൾക്കിടയിൽ വന്ന വഹന് ദൗർബല്യം ഒരു കാക്കുക. എന്താ ദൗർബല്യം? എന്താ പറയുക? ഇബ്ലീസ് അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ഇതേ സന്ദർഭം നോക്കി നിൽക്കുമ്പോൾ ഇബ്ലീസ് അവിടെ ഉണ്ടാക്കി. എന്താ ദൗർബല്യം? മുശ്രിക്കീങ്ങളെല്ലാം പേടിച്ച് ഓടുകയാണ് കളം വിട്ട്. റസൂലുള്ളാഹിയും സ്വഹാബത്തും യുദ്ധാർജിത സമ്പത്ത്, ഏത് ഗനീമത്ത് സ്വത്ത് വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ മനസ്സിലേക്ക് പിശാച് ചോദിച്ച ചെറിയൊരു ചിന്ത നോക്കി, നിങ്ങൾ ദുനിയാവാണ് കൊണ്ടിട്ടത്, നിങ്ങൾ ഇവിടെ അമ്പും വെച്ച് നിന്നോളി, അവസാന ഗനീമത്ത് സ്വത്താണ് അവിടെ കൊണ്ടിട്ട്. നോക്കി, സ്വത്ത്, ഈ പൈസ, ഈ ധനം, എത്ര വൃത്തിയുടെ സാധനം മനസ്സിലായിക്കോളി നിങ്ങൾ അല്ലേ, നിങ്ങൾ ഇങ്ങനെ നിന്നോളി. മനസ്സിൽ പിശാചിട്ട് കൊടുത്തു. അവരിങ്ങനെ അടിച്ചു വാരുക, മൊത്തം സാധനങ്ങൾ വാരി കൂട്ടുകയാണ്. അപ്പോഴും ചിന്തിച്ചില്ല ഈ വാരി കൂട്ടിയാൽ റസൂലുള്ള ഓരോരുത്തർക്ക് കൊടുക്കുക, എല്ലാവർക്കും വിഹിതിച്ച് നൽകുന്ന ചിന്തയൊക്കെ പോയി. അവർ വാരി കൂട്ടുകയാണ്. ഇനി ഒരിക്കലും മറ്റൊരു തിരിച്ചു വരില്ല, നിങ്ങൾ അതിന്റെ പിന്നാലെ പോയിക്കോളി. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഇവരോട് പറഞ്ഞു, നിങ്ങൾ പോകല്ല. അങ്ങനെ അവർ കുറച്ച് ആൾക്കാർ, 14 പേരെന്നും 17 പേരെന്നും അഭിപ്രായമുണ്ട്, അവരൊഴിച്ച് ഭൂരിപക്ഷം ആൾക്കാർ എവിടേക്ക് പോയി? താഴേക്ക് പോയി. റസൂൽ എന്താ പറഞ്ഞത്? കഴുകന്മാർ ഞങ്ങളുടെ ശവശരീരങ്ങൾ കൊത്തിയെടുത്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തന്നാലും നേതാവിന്റെ കൽപ്പന കിട്ടാതെ താഴെ ഇറങ്ങരുത്. ഞാൻ എന്താ ഇത്രയും പറയാൻ കാരണം, ഈ ആയത്തുമായി ഭയങ്കര ബന്ധമുണ്ട്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം അത് തന്നെയായിരുന്നു. അങ്ങനെ സ്വഹാബികൾ എന്ത് ചെയ്തു? താഴെ ഇറങ്ങി. എത്രത്തോളം? ഖാലിദ് റളിയല്ലാഹുവിന്റെ കൂട്ടർ അവിടെ വന്നു. ആ 14 പേരെയും കൊന്നുകളഞ്ഞു. 14-17 വരെ കൊന്നുകളഞ്ഞു. ബാക്കി മുഴുവൻ ആൾക്കാരും താഴെ ഇറങ്ങി. നോക്കുമ്പോൾ അമ്പ് യുദ്ധത്തിൽ വാള് ഊരിയിട്ടിട്ട് യുദ്ധാർജിത സമ്പത്ത് വാരുന്ന സ്വഹാബികൾക്ക് നേരെ, റസൂലുള്ളാഹിക്ക് നേരെ അമ്പ് വരിക. സ്വഹാബികൾ പേടിച്ചു. പഠിച്ചവനെ, അവർ കൂറുമാറിയോ? ആര്? നേരെ നിന്നവർക്ക് അവർ സംഭവം അറിയുന്നില്ല. കൂറുമാറിയോ? ആരെങ്കിലും അവർക്ക് അവരെ സ്വാധീനിച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ പ്രേരിപ്പിച്ചു? അങ്ങനെ വിചാരിച്ചു കുറെ ആൾക്കാർ മരിച്ചു. അപ്പൊ ആ മോശമായ വിചാരത്തിന് കാരണമായിക്കൊണ്ട് അവർ മരിച്ചു കുറെ ആൾക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കുഴിച്ച കുഴിയിൽ വീണുപോയി. ആര്? ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പടത്തൊപ്പിയിലെ ആണി തറച്ചു, മുറിവായി, മുൻപല്ല് കൊഴിഞ്ഞുപോയി, രക്തത്തിൽ കുളിച്ച് കിടക്കണം റസൂൽ. എവിടെ? കുഴിയിൽ. എന്തേ കാരണം? ഒരൊറ്റ കാരണം കൊണ്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞ വാക്കിനെ വർദ്ധിക്കരിച്ചതിന്റെ പേര് അല്ലെ? ഒരുപാട് നാശനഷ്ടങ്ങൾ. സ്വഹാബ, നിങ്ങൾ എങ്ങോട്ട് ഓടുകയാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓടി. റസൂലുള്ളാഹി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ? റസൂലുള്ളാഹി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ? ഞാൻ കൊടുത്തിട്ടുള്ള കാര്യമുണ്ട്, ഞാൻ ഓടാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി. അത്രമാത്രം ഒരു ആപത്താണ് അവിടെ ഒരൊറ്റ കാര്യം കൊണ്ട് വരുത്തിയത്. ആ സ്വഹാബികളെ കാരണം അല്ലാഹുവിന്റെ റസൂലിന് നഷ്ടം വന്നു. എന്നിട്ട് പോലും
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പരുഷമായോ കഠിനമായോ ഒരിക്കൽ പോലും പെരുമാറിയില്ല. വളരെ മയത്തിലും വളരെ സൗമ്യതയിലുമാണ് റസൂലുള്ള പെരുമാറിയത്. അവരുടെ നേതാവും മേലധികാരിയും എന്ന നിലക്ക് അധികാര സ്വരത്തിലോ ആക്ഷേപ സ്വരത്തിലോ അവിടുന്ന് ഒരു വാക്കുപോലും അവരോട് ഉരിയാടിയില്ല. ആ കാര്യത്തെപ്പറ്റി അവരെ ഓർമ്മിപ്പിച്ചതുമില്ല. ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും, സ്വഹാബാ നിങ്ങൾക്ക് അബദ്ധങ്ങൾ വരുന്നത് ശ്രദ്ധിക്കണേ, നേതൃത്വത്തെ നിങ്ങൾ ഓർമ്മിക്കണേ, ഉഹദ് നൽകുന്ന പാഠം നിങ്ങൾ ഓർക്കണേ. അത് റസൂൽ ഇടയ്ക്ക് പറയണ്ടേ. അതൊരു വിഷമിപ്പിക്കാനല്ല, ഓർമ്മിപ്പിക്കാനായിരുന്നു. അത് സ്നേഹത്തോടെ പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ട് പോലും അവരെ വേദനിപ്പിക്കാതെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഴയ രൂപത്തിലൊക്കെ പെരുമാറി. ഇത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അള്ളാഹ് പറയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, റസൂലുള്ളാഹ് അങ്ങക്ക് ഈ സ്വഭാവം കിട്ടിയത് അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് കേട്ടോ. ലിൻതലഹും, അങ്ങ് അവരോട് മാന്യമായി സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബ്, താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുവട്ടത്തു നിന്നും ഓടിക്കളയുമായിരുന്നു. ഒരു സാമ്പിൾ പറഞ്ഞോട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടും സ്വഹാബ റസൂലുള്ളാഹിനെ വിട്ടു പോണില്ല. മനസ്സിലായില്ലേ? സംശയം പറഞ്ഞിട്ട് നബിയുടെ കൂടെ തന്നെ ഇരിക്കുക. എന്താ സംഭവം എന്ന് വെച്ചാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം കൊണ്ട് വിട്ടുപോകാൻ പറ്റുന്നില്ല, കഴിയില്ല അവർക്ക്. അല്ലേ? ആ ഭാഗ്യം നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ആ ഇഷ്ടം കൊണ്ട് റസൂലുള്ളാഹിനെ വിട്ടുപോകാൻ കഴിയില്ല. റസൂലുള്ളാഹിക്കാണെങ്കിൽ ഇവിടുന്ന് പോകണം എന്ന് പറയാനും പറ്റുന്നില്ല, നിങ്ങൾ പോണെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ അടുത്ത് പോകണം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇവിടെ എല്ലാവരും നിശാന് ശേഷം ഇങ്ങനെ തന്നെ ഇരിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി വാക്ക് കൊണ്ടുപോലും നിങ്ങൾ പൊയ്ക്കോളി, സമയമില്ല എന്നൊന്നും പറഞ്ഞില്ല. അള്ളാഹ് ഇറങ്ങേണ്ടി വന്നു, അള്ളാഹ്ക്ക് ആയത്തിറക്കേണ്ടി വന്നു. അങ്ങനെയാണ് സ്വഹാബയ്ക്ക് അതിന്റെ ഗൗരവം മനസ്സിലായത്. ഈ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഖുർആനിൽ ആയത്തിറങ്ങിയതും റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തരുതെന്ന് പറഞ്ഞതും ഒക്കെ അള്ളാഹാണല്ലോ. റസൂൽ അത് എന്തിനു വേണ്ടിയോ? അത്രമാത്രം ഹൃദയസ്പർശിയായ സ്വഭാവത്തിനുടമയായിരുന്നു നമ്മുടെ കരളിന്റെ കണ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. നമ്മൾ എത്ര മണിക്കാണ് നിർത്തേണ്ടത്? ഇവർക്ക് ദേഷ്യം വരുന്നവരെ വിടാനില്ല, ഇയാൾക്ക് നിർത്തി കിട്ടും എന്ന് പറയുന്നവരെ പോകാൻ. ആയിക്കോട്ടെ, സന്തോഷം. അപ്പം ലാസ്റ്റത്തെ വാക്കേ ഇപ്പൊ എന്താ പറയാൻ പോയത്? എന്നോടേക്ക് വർത്താനം പറഞ്ഞു. ഇടയ്ക്കിടെ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. ലാസ്റ്റത്തെ ഒരു വാക്ക് ഞാൻ പറയാൻ തുടങ്ങാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടില് ഒന്നും നബി ഇത്രയും വിഷമങ്ങളൊക്കെ ഉള്ള കാര്യം ആരോട് പറഞ്ഞില്ല? സ്വഹാബത്തിനോടൊന്നും വേണ്ടിയില്ല, സ്വഹാബത്തിനോട് ഒരു അക്ഷരവും വേണ്ടിയില്ല. അപ്പം അള്ളാഹ് ആയത്തിറക്കിയപ്പോൾ എല്ലാവരും വന്ന് നബിയുടെ അടുത്ത് കുറിച്ച് ചോദിച്ചു, നബി അങ്ങ് വിഷമായി അല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് വിഷമായി എന്ന്. എന്തൊരു വാക്ക്! ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിഷമായി എന്ന്. അള്ളാഹ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അള്ളാഹോട് പറഞ്ഞ നബി ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരാന്, ഞങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ അങ്ങയുടെ കൂടെ തന്നെ ഇരുന്ന്. അൽഹംദുലില്ലാഹ്. ഇവിടെയാണ് ഒരു കാര്യം ഞാൻ പറയാൻ പോയത് എന്നറിയോ? അപ്പം ഇതേ റസൂലുള്ള മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കും. മെയിൻ പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. മസ്ജിദ് നബവിയിൽ ഇരുന്നപ്പോൾ റസൂലുള്ളാഹിന്റെ വഫാത്ത് അടുക്കാനായി. ആ സംഭവത്തിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അള്ളാഹിന്റെ റസൂൽ വഫാത്താണ്. എല്ലാവരും ഇരിക്കുക, സ്വഹാബത്തൊക്കെ ഇരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞൊരു വാചകമുണ്ട്, സ്വഹാബ വദിത്തു അൻ ലഖീതു ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ ഒരു നോക്ക് കാണാൻ ഞാൻ വല്ലാതെ കൊതിച്ചുപോയി, പൂതിയായി പോയി. ഈ ഒരു വാചകം നിങ്ങളുടെ മക്കളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാണ്, എൻ്റെ പൊന്നു മക്കളെ ഞാൻ ഒരു നോക്കുന്ന കണ്ടിരുന്നെങ്കിൽ നിങ്ങളെ മക്കളെ വെച്ച് നിങ്ങൾ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഞങ്ങളല്ലാണ്ട് വേറെ മക്കളാ?
ആകെ പ്രശ്നവും ഇല്ലേ? ഹബീബിനെ അത്രയ്ക്ക് സ്നേഹിച്ച സ്വഹാബ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളല്ലാത്ത സഹോദരന്മാർക്ക് വേറെ ആരെയുള്ളൂ? കരഞ്ഞിട്ട് ചോദിക്കാൻ അല്ലാത്ത ചോദ്യമാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, സ്വഹാബ അന്തും സ്വഹാബീ, നിങ്ങൾ എൻ്റെ സഹാബാക്കളാണ്, നിങ്ങൾ എൻ്റെ സഖാക്കളാണ്. ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ലം യറൗനി, എന്നെ അവർ ഒരിക്കലും കണ്ടിട്ടില്ല. ആമനൂബി, കാണാതെ ഞങ്ങളെ എന്നിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ്. അവരെന്നെ വരാനുണ്ട്. അവരെ ഒരു നോക്ക് ഞാനൊന്ന് കണ്ടെങ്കിൽ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സ്വഹാബ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവർ എന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാതെ വിശ്വസിച്ചവരാണ് അവർ. അല്ലാഹുവേ, ആ ഭാഗ്യവാന്മാരിൽ സാധുക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വിശ്വാസികളെയും അനുഗ്രഹിക്കുമാറാകണം. അത്ര സ്നേഹമാണ് നമ്മുടെ ഹബീബിനെ നമ്മൾ. അതുകൊണ്ടാണ് ഈ ലോകത്ത് അള്ളാഹ് കഴിഞ്ഞാൽ അള്ളാഹിന്റെ പടപ്പുകളിൽ നമ്മളെ കാണാതെ സ്നേഹിച്ച, ഒരു നോക്ക് പോലും കാണാതെ സ്നേഹിച്ച, അതെത്ര 1400 കൊല്ലം മുമ്പ് നമ്മളെ സ്നേഹിച്ച ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെക്കാളും വലിയ ഒരു നഷ്ടം ഇനി വരാനുണ്ടോ? പറയുന്നത് അതിനേക്കാൾ വലിയ നഷ്ടം വരാനുണ്ടോ? ഈ ലോകത്ത് ഞാൻ എൻ്റെ മോളെ നിക്കാഹ് ഖുതുബയിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത് ആരാ? നമ്മളായിരിക്കും നമ്മുടെ ചങ്ക് ബ്രോ, നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, നമ്മുടെ കച്ചവടത്തിൽ കൂറുള്ള ആള്, ഭാര്യ, ഭർത്താവ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അല്ല, ഭാര്യ നമ്മളെ സ്നേഹിച്ചത് നമ്മളെ കണ്ടിട്ടാണ്. അല്ലേ? പെണ്ണാണാൻ വന്നു, ആണാണാൻ വന്നു, കണ്ട്. അല്ലേ? ശരിയല്ലേ? ചങ്ക് ബ്രോ നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാ? നമ്മളെ കണ്ടിട്ടാ സ്നേഹിച്ചത്. അല്ലേ? നമ്മളെ കൂട്ടുകാരെ നമ്മളെ സ്നേഹിച്ചത് കണ്ടിട്ടാ. പക്ഷെ കാണാതെ സ്നേഹിച്ച 2 പേരുണ്ട്. ആരാന്നറിയോ? നമ്മളെ വാപ്പയും നമ്മളെ ഉമ്മയും. അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും, നിങ്ങളെ വാപ്പയും നിങ്ങളെ ഉമ്മയും നിങ്ങൾ എങ്ങനെ സ്നേഹിച്ചത്? കണ്ടിട്ടാണോ? അപ്പൊ ഈ ലോകത്ത് ഏറ്റവും വലിയ സ്നേഹം ആരതായിരുന്നു? നമ്മുടെ വാപ്പാൻ്റെയും നമ്മുടെ ഉമ്മാൻ്റെയും. മരിച്ചുപോയെങ്കിൽ അള്ളാഹുടെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കുള്ള ആരോഗ്യവും ആഫിയത്തും ഹിദായത്തും നമ്മളുള്ള സ്നേഹവും എല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. അല്ലേ? അത്രമാത്രം നമ്മളെ കാണാതെ സ്നേഹിച്ചവരാണ്. നമ്മൾ പോളിയോ ബാധിച്ച് എൻഡോസൾഫാൻ്റെ രോഗമൊക്കെ ആയി അങ്ങനെ വന്നവരാണൊന്നും അവർക്ക് അറിയില്ല. ഏതൊക്കെ അവയവമുണ്ട്, ഏതൊക്കെ അവയവം കേൾക്കാൻ പറ്റും ഒന്നും അറിയില്ല. എന്നിട്ടും അവരെന്ത് ചെയ്തു? നമ്മളെ സ്നേഹിച്ചു. ഈ ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം അത് തന്നെയാണ്. പക്ഷേ അവർ സ്നേഹിച്ചത് നമ്മൾ ജനിക്കുന്നതിന് 1 കൊല്ലം മുമ്പല്ലേ, അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പല്ലേ. പക്ഷേ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിച്ചത് 1400 കൊല്ലം മുമ്പാ. അപ്പൊ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് ആരെയാ? അള്ളാഹുവിന്റെ റസൂലുള്ളാഹിനെ. നമ്മൾ ഒരു സ്നേഹിക്കുന്നതിന് നമുക്കൊരു മാനദണ്ഡമുണ്ട്. അള്ളാഹ് പറഞ്ഞുകൊണ്ട് മാത്രമല്ല റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. അത് നിർബന്ധം. അള്ളാഹ് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് സ്നേഹിക്കണം. പക്ഷേ ഹൃദയത്തിൽ നിന്നൊരു സ്നേഹം വരാനുണ്ട്. ആ സ്നേഹം നമ്മളറിയാം. കടമയൊക്കെ വാപ്പാനോട് ഉമ്മാനോട് സ്നേഹമുണ്ട്. പക്ഷെ എൻ്റെ മോനോടാണ് എനിക്ക് സ്നേഹം കൂടുതൽ. അല്ലേ? സത്യമുള്ള കടപ്പാട് പറയുമ്പോൾ എൻ്റെ വാപ്പാനോട് ഉമ്മാനോട് തന്നെയാണ്. എല്ലാം ചെയ്ത് കൊടുക്കുന്നതെല്ലാം ഒക്കെയാണ്. പക്ഷേ ഹൃദയത്തിലോട് ചോദിച്ചാലോ, അതെൻ്റെ മോൻ തന്നെ, അതെൻ്റെ മോൾ തന്നെ. അല്ലേ? ഇതല്ലേ നമ്മളെയൊക്കെ വെപ്പ്. പക്ഷേ ആ സ്ഥലത്ത് ആ മോളെക്കാളും വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വരെക്കാളും നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത്, ആ മകളെക്കാളും സ്ഥാനം കൊടുക്കേണ്ടത് ആരെയാണ്? റസൂലുള്ളാഹി. കാരണം 1400 കൊല്ലം മുമ്പ് നമ്മളെ കണ്ടിട്ടില്ല, കാണുന്നതിന് മുമ്പ് സ്നേഹിച്ച ആളാ. സുബ്ഹാനല്ലാഹ്. ഈ പോയിന്റ് മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ്. ആ റസൂലുള്ളാഹ് നമ്മളോട് ഒരു കാര്യം ഏൽപ്പിച്ചാൽ നമുക്ക് ചെയ്യാൻ പ്രയാസം വരുമോ? നിങ്ങൾ പറയും. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹ് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? എന്നാണ് പറഞ്ഞത്, അല്ലാഹ് എൻ്റെ ഹബീബിന്റെ സുന്നത്ത് ഞാൻ മനസ്സിലാക്കി, ഞാൻ മനസ്സിലാക്കി. അല്ലാഹ് അതെൻ്റെ ജീവിതത്തിൽ പലർത്താൻ എനിക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ റസൂലുള്ളാഹിയുടെ സ്നേഹത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ സ്നേഹത്തിലൂടെ നിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ എനിക്ക് സാധ്യമാക്കണേ അല്ലാഹ്. പറഞ്ഞൂടെ? അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ മനസ്സിലായി? അള്ളാഹ് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചത് മാത്രമല്ല, മാതാപിതാക്കളെ സ്നേഹിച്ചതും അള്ളാഹ് പറഞ്ഞുകൊണ്ടാണ്. അല്ലേ?
അങ്ങനെ ആവരുത്. ഇനി എന്ത് ചെയ്യണം? അള്ള പറഞ്ഞോണ്ട് മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും എൻ്റെ ഉപ്പാനും ഉമ്മായും, അതിനേക്കാളും കൂടുതൽ എൻ്റെ റസൂലുള്ള. എൻ്റെ റസൂലുള്ള കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയും ബാപ്പയും കഴിഞ്ഞാൽ എൻ്റെ മോൾ, അത് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ, മക്കൾ, ഒക്കെ ഓരോരുത്തർ ഇഷ്ടം. അപ്പൊ സ്നേഹത്തിന്റെ മാനദണ്ഡം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ട് തന്നു. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത്? ഒന്ന്, അള്ള പറഞ്ഞതിനോട് പുറമെ, അല്ലേ, അള്ള പറഞ്ഞതിനോടൊപ്പം റസൂലുള്ള നമ്മളെ സ്നേഹിക്കുന്നു. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാതിരുന്നാൽ ആലോചിച്ച് അതിനേക്കാൾ വലിയ നഷ്ടമുണ്ടോ? ഒരാൾ നമ്മളെ സ്നേഹിക്കണില്ല, എന്നിട്ട് അയാളെ നമ്മളിങ്ങനെ സ്നേഹിക്കുക, അയാളെ വീട്ടിലടക്കം വല്ല കാര്യമുണ്ടോ? ഒരു ദേഷ്യം വരുന്നുണ്ടാവും എന്നോടല്ലേ? ആരും മണ്ണില്ല. ഒരാൾ നമ്മളോട് ഇഷ്ടമില്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മൾ അങ്ങോട്ടോട് ഇഷ്ടപ്പെട്ട് എന്ത് കാര്യം? എന്നാൽ നമ്മളെ സ്നേഹിക്കുന്നവരെയോ നമ്മൾ മൈൻഡ് ആക്കൂല. അതിനേക്കാളും വലിയ നഷ്ടം വേറെ വരാനുണ്ടോ? ആ സ്നേഹത്തിന്റെ മാനദണ്ഡം കൊണ്ട് ചോദിക്കുകയാണ് മഹാനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു, അല്ലെ? പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ وإن لك لأجرا غير ممنون وإن لك لعلى خلق عظيم. എൻ്റെ പൊന്നുമോനെ ഇങ്ങനെ ഓർമ്മയുണ്ട്. മാഷാ അല്ലാഹ്. വാ സ്ഥലത്ത് വാ. ജസാക്കുമുല്ലാഹ്. ബാറക്കല്ലാഹ്. ബർക്കത്ത്. സന്തോഷായി. ഞാൻ ഓതുന്നതിൻ്റെ കൂടെ ഓതുകയാണ്. അൽഹംദുലില്ലാഹ്. കൽബ് നിറഞ്ഞുപോയി. അല്ലാഹു നമ്മളെ മക്കളെ ദീനിനോടും ഖുർആനോട് സ്നേഹമുള്ളവരാക്കണേ. وإنك لعلى خلق عظيم. അങ്ങ് മഹത്തായ സ്വഭാവത്തിനുടമയാണ് റസൂലേ. ആരാണ്? وإنك لعلى خلق عظيم. എല്ലാവർക്കും സുപരിചിതമാണല്ലോ ഭക്ഷണം കൊണ്ട് വെക്കുമ്പോഴുള്ള അവസ്ഥ. നിങ്ങൾക്ക് കാല് കടയുണ്ടോ? കാല് കടയുന്നുണ്ടെങ്കിൽ നിന്നോളി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മതിയാക്കണമെങ്കിൽ അപ്പം പറയണേ, അല്ലെങ്കിൽ നിങ്ങളെ വെറുപ്പിക്കാനല്ല. നമ്മൾ ഇക്ബാൽച്ച പറയുന്നു, നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് തന്നെ, എനിക്ക് ബോറടിപ്പിക്കാൻ വയ്യ. കാരണം നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരം കിട്ടണം, ദേഷ്യം വരാൻ പാടില്ല. അതെനിക്ക് മസ്റ്റാണ്. ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെല്ലാവരെയും സലാമത്താക്കട്ടെ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞ പോയിന്റ്? وإنك لعلى خلق عظيم. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെയും വാദി നമ്മൾ പഠിച്ചു. രണ്ടക്ഷരം പറഞ്ഞു. സ്വാദിന്റെ മേലെ എഴുതിയ പുള്ളിയുള്ള വാദും ത്വായിന്റെ മേലെ എഴുതിയ വാദും. وإنك لعلى خلق عظيم എന്ന് പറഞ്ഞത് ത്വായിന്റെ മേലെ പുള്ളിയിട്ട വാദാണ്. അതിനെങ്ങനെ ഉച്ചരിക്കുക നോക്കോളെ. ഈ നാക്കിനെ മേലോട്ട് പൊന്തിക്കുക, ത്വായിന്റെ മേലെ പുള്ളിയിട്ടത്. പറഞ്ഞേ, മേലോട്ട് പൊന്തണം. പറഞ്ഞേ. അപ്പൊ പറയും ദാല് പോലെ. ദാല് അങ്ങനെയല്ല, ദാല് നാക്കിന് തുമ്പേ വരൂ. രണ്ട് പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലാണ് മഖ്റജ്. മൻദല്ലദി എന്ന് പറഞ്ഞേ. മൻദല്ലദി നാക്കിന് തുമ്പേ വരുള്ളൂ. മൻദല്ലദി അല്ലേ? ഈ ആയത്തെ കുറിച്ച് ഓതുമ്പോൾ മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, തുമ്പ വരുക അല്ലേ? എന്നാൽ ഇതല്ല, ഇത് നാക്ക് മേലോട്ട് പൊന്തണം. പറഞ്ഞേ. വലൗ കുന്ത, ഈ ആയത്ത് ആലു ഇംറാനിലെ 159 ആയത്ത്. വലൗ കുന്ത ഫവ്വൻ പറഞ്ഞേ. വലൗ കുന്ത ഫവ്വൻ പറ. ഫവ്വൻ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എനിക്ക് പേടിയാണ്, സത്യം പറയാം. ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാണ്, പക്ഷെ എനിക്ക് പേടിയാണ്. നിങ്ങൾക്ക് ബോറടിക്കുമോ പേടി എന്നെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ പറയണം ഉസ്താദ് മതി ഉസ്താദ്. ആയിക്കോട്ടെ, സന്തോഷം. വലൗ കുന്ത ഫവ്വൻ എങ്ങനെ ഉച്ചരിക്കാം? നാക്ക് പൊന്തിക്കണം. എന്നാൽ ലം ഫദ്ദു മിൻ ഹൗലിക് എന്നാണ്. അതാണ് ലം ഫദ്ദു മിൻ ഹൗലിക് എന്ന് പറയാ. ലം ഫദ്ദു മിൻ ഹൗ. ലം ഫദ്ദു എന്ന് പറയുമ്പോൾ സ്വാദിന്റെ മേലെ പുള്ളി. പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞുതരാം. സൂറത്തുൽ ഫാത്തിഹ എന്ന് ഓതിയേ. ഖുർആൻ ഒരു ഹർഫ് ഓതി എത്ര കൂലി കിട്ടും? സാധാരണ ദിവസം 10 കൂലി. റമദാനിൽ 10 എത്രയാവും?
1-ന് 70 അപ്പോൾ അങ്ങനെ എത്രയാവും? ഈ കണക്കിനെ മോശമാണ്, നമ്മൾ പറയും. എത്ര ഉണ്ടോ കൂടി? 1-ന് 70 അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് ഓതിയേ, അതിൽ നമ്മൾ ഈ അക്ഷരം പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അപ്പോൾ غير المغضوب ولا الضالين അവിടെ എന്ത് ചെയ്യണം? നാക്ക് ഉള്ളിലാണ്. സ്വാദിൻ്റെ മേലെ പുള്ളിയിടുന്നത് അത് നാക്ക് ഉള്ളിലാണ്. നാക്കിൻ്റെ ഈ അരികുണ്ടല്ലോ, കവിളി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പുറത്തോ അപ്പുറത്തോ മുട്ടണം. പറഞ്ഞോക്കെ ശരിയൊക്കെ അരികാണ്, അരി തുമ്പല്ല, അരികാണ്. ഇനി കവിളിൽ എത്തുന്നില്ലെങ്കിലും ആ സൈഡൊക്കെ എത്തിയാൽ മതി. പല്ലിൻ്റെ സൈഡിലത്തെ പല്ലിൻ്റെ താഴെ ഇരിക്കുന്ന മോണയില്ലേ, അവിടെ തട്ടിയാലും മതി. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? നാക്ക് ഒരിക്കലും പുറത്തു വരൂല. സ്വാദിന്റെ മേലെ പൊള്ളിട്ടത് അത് ഒരിക്കലും പുറത്തു വരൂല. അത് തന്നെയാണ് വലദ്ദാൻ. ചൊല്ലിയ അപ്പൊ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ഇനി എങ്ങനെ ഓതരുത്? വയലിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞിട്ട് നാക്ക് പൊന്തിച്ച് ഓതരുത്. ഇൻഷാ അല്ലാഹ് വയലിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ഇങ്ങനെ ആക്കാൻ പാടില്ല. ഇനി അത് ഏതിനാണ്? ത്വായിന്റെ വാദാണ് അല്ലേ? അതാണ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫവ്വൻ. ഉണ്ടോ? വലൗ കുൻത ഫവ്വൻ. ഈ നാക്ക് ഈ പല്ലിന്റെ മുരടില്ലേ, ആ മുരടിൽ പോയിട്ട് തട്ടിയിട്ട് പൊന്തണം. വലൗ കുൻത ഫവ്വൻ പറഞ്ഞേ. ഞാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ ഈ സമയം വേസ്റ്റ് ആവില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. കാരണം എന്നറിയോ? അള്ളാഹിൻ്റെ കലാമ് പഠിക്കാനാണ് നമ്മൾ അക്ഷരം പഠിക്കുന്നത് അല്ലേ? തെറ്റിപ്പോകാതിരിക്കാനാണ് പഠിക്കുന്നത്. ഫാത്തിഹ ശരിയാവാനാണ് പഠിക്കുന്നത്. നഷ്ടമുണ്ടോ? ഇല്ല, ഇത് ലാഭ. ഒന്നുകൂടി വലൗ കുൻത ഫവ്വൻ പറഞ്ഞേ. ഗലീദൽ ഖൽബ്. ആ ഗലീദ എന്ന വാക്കിനും ഈ ദ്വാദ് തന്നെയാണ്. ലൗ ഫദ്ദു അത് മറ്റേതാ ഉള്ളിൽ. ലൗ ഫദ്ദു പറഞ്ഞേ. മിൻ ഹൗലിക് വശാവിറുഹും ഫിൽ അംർ. അപ്പൊ ഈ ആയത്ത് രണ്ടും അക്ഷരമുള്ള ഈ ആയത്ത് ഏതാണ്? പറ. സൂറത്തു ആലി ഇമ്രാൻ 159. 89 അല്ല, 59. ഈ ആയത്ത് ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഒറ്റൊരായത്ത്. കാരണം സ്വഹാബയെ ഒന്നടങ്ക അട്ടിമറിച്ച് കളഞ്ഞ സ്വഭാവമായിരുന്നു. അവസാനം പള്ളിയിൽ മൂത്രിച്ച ആളോട് നബി എന്താ പറഞ്ഞത്? അയാളോട് നിങ്ങൾ ആദ്യം പറഞ്ഞ് അർപ്പിക്കണ്ട, രണ്ടാമത് എന്ത് പറഞ്ഞു? നിങ്ങൾ അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുക്കൂ. മൂന്നാമത് നബി എന്ത് പറഞ്ഞു? ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിക്കോളൂന്ന്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ പെരുമാറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അദ്ദീനു അന്നസിഹ. ദീൻ എന്താണ്? ഗുണകാംക്ഷിയാണ്, ഗുണകാംക്ഷയാണ്. അപ്പോൾ അത് ഒരു നസീഹത്തോടു കൂടി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആളുകളോട്, മക്കളോട് പോലും ദേഷ്യപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റിന് ദേഷ്യപ്പെടാൻ പാടില്ല. ആദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കുക, രണ്ടാമതും പറഞ്ഞു കൊടുക്കുക. ദേഷ്യപ്പെടാനുള്ള ചാൻസ് എപ്പോഴാണ് വേണ്ടത്? ദീനാകുമ്പോഴും 3-ാം പ്രാവശ്യമാണ്. 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, 2 പ്രാവശ്യം വിളിച്ചിട്ട് അവനെ അറിഞ്ഞില്ല. അവസാനം ഇപ്പോൾ വീട്ടിലൊക്കെ ഇപ്പോൾ നല്ല സിസ്റ്റം ഉണ്ട്. എല്ലാ റൂമിലും ഓരോ ബെല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മേലെ വീടുള്ളവരൊക്കെ ഓരോ റൂമിലും ഓരോ ബെല്ല് ഈ മൂന്ന് ബെഡ്റൂം ഉണ്ടാവും മുകളിൽ. താഴെ ഈ 3 സ്വിച്ചും കൂടി ഈ കോണീൻ്റെ അടുത്ത് വെച്ച് കൊടുക്കണം. നമുക്ക് പിന്നെ കയറുണ്ടല്ലോ, അത്താഴത്തിന് വിളിക്കാൻ എളുപ്പമാണ്. വെച്ച് പിടിച്ചാൽ മതി. കാരണം ഇത് ഓഫാക്കാൻ പറ്റൂല. താഴെ ഇറങ്ങി വന്നാലും ഇത് ഓഫാക്കാൻ പറ്റുള്ളൂ. ഈ കൈ പിടിക്കണം, ഈ കൈ മാറ്റേണ്ടി വരും. അടിച്ചോണ്ട് 3 പിടിച്ചു കൊടുത്താൽ മതി. 3 ഒരുമിച്ച് പിടിച്ചു കൊടുത്താൽ നല്ല സുഖമാണ്. ഇനി വീടെടുക്കുന്നവരൊക്കെ ഒന്ന് അതിനെപ്പറ്റി ആലോചിക്കണേ.
വല്ലാഹി നമുക്ക് ഈ കോണിൽ നിന്ന് കയറി മുട്ടതിനും കാലൊന്നും വേണ്ട, പ്രശ്നമൊന്നുമില്ല, നല്ല സുഖമാണ്. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു ഏർപ്പാടാണ്. ഞാനെൻ്റെ വീട്ടിൽ വെച്ചിന് എന്ത് സുഖമാണെന്ന് അറിയാം. ഞങ്ങൾക്ക് രണ്ടാക്കും കയറാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം, വെച്ച് പിടി തന്നെ ഇങ്ങനെ അത്താഴത്തിന് എണീക്കാൻ ഞാൻ വരുന്നുണ്ട് പിന്നെ വീട്ടിൽ നിർത്ത്. അത്താഴത്തിന് എണീക്കാൻ വലിയ പാടാണ്, നിസ്കാരത്തിനൊക്കെ എഴുന്നേക്കും, അത്താഴത്തിന് എണീക്കാൻ വലിയ പാടാണ് എന്ന് പറഞ്ഞ പോലെ അത് അള്ളാഹു ആ ബുദ്ധി തന്ന ആ ഇലക്ട്രീഷ്യന് പ്രതിഫലം കൊടുക്കണേ. അല്ല നൗഷാദ് എന്ന് പറഞ്ഞിട്ട് ആളാണ്, അയാൾക്ക് അള്ളാഹ് പ്രതിഫലം കൊടുക്കട്ടെ. ഇപ്പോൾ മനസ്സിലായി എൻ്റെ ഗുണം വലുതാണെന്ന്. അൽഹംദുലില്ലാ. അപ്പോൾ ഇനി വീട് എടുക്കുന്നവരൊക്കെ, ഇനി മറ്റതൊക്കെ ഇനി പൊളിച്ചൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. ഇനി വീടെടുക്കുന്നവരൊക്കെ അതൊന്ന് മൈൻഡ് ചെയ്യണം. വലിയ ഗുണമുള്ളൊരു കാര്യം. എന്തൊക്കെ സാധനം നമ്മൾ വീട്ടിൽ ഫിറ്റാക്കുന്നു, ഇത് അങ്ങനത്തെ ഒന്ന് ഫിറ്റാക്കുക. തഹജ്ജുദിന് എഴുന്നേക്കണമെങ്കിലും വേണമെങ്കിൽ അത് എഴുന്നേക്കുക. പക്ഷേ റസൂലുള്ള തഹജ്ജുദിന് റമളാനിൽ മാത്രമേ നബി എണീപ്പിച്ചിട്ടുള്ളൂ. ശ്രദ്ധിക്കണേ, തഹജ്ജുദിന് റസൂലുള്ള റമളാനിൽ മാത്രമാണ് മക്കളെയൊക്കെ എണീപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ഭാര്യ നബി എന്ത് ചെയ്യും, വെള്ളം കുടഞ്ഞെഴുന്നേൽപ്പിക്കും, ഭർത്താവും വെള്ളം കുടഞ്ഞെഴുന്നേൽപ്പിക്കും. ആ പോയിന്റ് മനസ്സിലാക്കണേ. മക്കളെ റസൂലുള്ള എപ്പോഴാണ് വിളിച്ചത്? റമളാനിലാണ്. ഐക്കലാഹുലഹു വഹയ്യ ലൈലഹു അല്ലേ? ബാക്കി സമയത്ത് ആയിഷ ബി പറയുന്നു, എന്നെ അറിയാണ്ടാണ് നബി എഴുന്നേറ്റിട്ട് ഞാൻ വിചാരിക്കും നബി മറ്റേ ഭാര്യമാരുടെ അടുത്ത് പോകുമോ എന്ന്. പെണ്ണുങ്ങളുടേതായ കുശുമ്പ് എനിക്ക് വന്നുപോയി, നബിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലാന്ന്. ഇനി ഞാൻ നോക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പൊട്ടി കരയാണ് സുജൂദിൽ കിടന്നിട്ട്. സുബ്ഹാനല്ലാഹ്, എന്നെ അറിയിക്കാണ്ടാ എഴുന്നേൽക്കാന്ന്. അതിനിടയ്ക്കൊരു പൂച്ചൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി, അത് പൂരിപ്പിച്ചില്ലല്ലോ. അത് ഞങ്ങൾ ചോദിക്കാറുണ്ട്, സാർ പൂച്ചൻ്റെ കാര്യം എന്തായി? കാരുണ്യത്തിൻ്റെ തിരുദൂതരുടെ സ്വഭാവം കാണിക്കുന്നൊരു വാക്ക്. അതാണ് നമ്മൾ കരയും, ഉറപ്പാണ്. റസൂലുള്ളാഹിനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ കരഞ്ഞു. റസൂലുള്ള സുബഹിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ അതാണ് മിന്തിയിൽ വന്നതും ഈ ഷാളിടുന്ന കാര്യമൊക്കെ വന്നതും ബാക്കിൽ ലാക്കോസ്റ്റും റോത്തുമാൻസ് എല്ലാം വന്നത് അതുകൊണ്ടാണ്. മനസ്സിലായില്ല? അവിടെ നിന്നാണ് പോയത്. ഒറ്റ മിനിറ്റ് അത് പൂർത്തിയാക്കട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ മിന്തിയിൽ ആര് കിടക്കുക? പൂച്ച. നമ്മളെ ലിനൻ്റെ ഷർട്ടിലെങ്ങാനും റസൂലുള്ളാഹിക്ക് മിന്തിയിൽ നമ്മളെ ലിനൻ ഷർട്ട് പോലെയാണ്. 4000-5000 റുപ്യൻ്റെ ലിനൻ ഷർട്ട്, അത് ലിനൻ ക്ലബിൻ്റെ ഷർട്ടൊക്കെയാണ് വാങ്ങിയിട്ട് കൊണ്ടുവച്ചിട്ടുള്ളത്. അതിലെങ്ങാനും ഈ പൂച്ച കിടക്കുന്നത്, വെള്ള ഷർട്ട്, അതിലെങ്ങാനും പൂച്ച കിടന്നാണ് എന്തായിരിക്കും ആ പൂച്ചൻ്റെ അവസ്ഥ? അത് മയ്യത്തായില്ലെങ്കിൽ അനുഭവമുള്ളൂ അല്ലേ? കേട്ടോണെങ്കിൽ അള്ളാഹു റസൂലിന് ഏറ്റവും വില കൂടിയ സാധനം വസ്ത്രത്തിലാണ് മിന്തിയിൽ ഇങ്ങനെ ഇടുന്ന ഷാൾ. അള്ളാഹു റസൂലിന് അത് നമുക്ക് വിശ്വസിക്കാൻ ഹദീസ് സ്വഹീഹാണ്. സ്വഹാബികളെല്ലാം അംഗീകരിച്ചു, ആരും എതിർത്ത് പറഞ്ഞില്ല. പൂച്ചൻ്റെ അവസ്ഥ വെച്ച് നോക്കി, തൊട്ട ഉണരുന്ന സാധനമാണ് ആര്? പൂച്ച. ഉറപ്പല്ലേ? അത്ര അള്ളാഹു റസൂൽ മെല്ലെ അതിങ്ങനെ കീറിയെടുത്തിട്ട് ആ കീറിയ കഷ്ണം പൊതിച്ചിട്ട് റസൂൽ നിസ്കരിച്ചു. ആ കീറിയത് എങ്ങനെയെന്നറിയോ? ഇത് സ്വഹാബ കാത്തു നിൽക്കുക നിസ്കാരത്തിൽ. റസൂലുള്ളാഹി എന്താ നമ്മളൊക്കെ എന്താ ചെയ്യണ്ടേ? ഒരു പച്ചക്കരളുള്ള ജീവിന്റെ ഉറക്ക് ഞെട്ടുന്നത് പോലും അല്ലാഹുവിന്റെ റസൂലിന് വിഷമായിരുന്നു. അത്രയ്ക്കും കാരുണ്യത്തിന്റെ തിരുദൂതരായിരുന്നു. എന്നിട്ട് ആ കീറിയ കഷ്ണം തോളിലിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സുബഹിസ്കരിക്കാൻ പോയി. സഹാബത്തിനോട് സഹാബത്ത് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്താ താമസിച്ച നിസ്കാരം കഴിഞ്ഞിട്ട്? ഞാൻ അതിന്റെ ഉറക്കം നഷ്ടപ്പെടുന്നത് ഭയപ്പെട്ടു സ്വഹാബ. അതിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് ഞാൻ ഭയപ്പെട്ടു സ്വഹാബ. അപ്പോൾ റസൂലുള്ള കാര്യം വിവരിച്ചു കൊടുക്കുന്നത്. നമ്മളോ പൂച്ച, എരണം കേട്ട പൂച്ച, എന്ത് നാറിയിട്ട് തൂറിയിട്ട് എന്തെല്ലാം നമ്മൾ പറയല്ലേ. നമുക്ക് മതിയായി. ഞാൻ പൂച്ചനോട് ഒരു വിരോധവും ഇല്ല. അല്ലോ എൻ്റെ പൊന്നാരൻ എനിക്ക് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ അതിനോട്, അല്ലേ? ആ പച്ചക്കരളുള്ള ഓരോ ജീവികളോടും. അങ്ങനെയുള്ള നമ്മൾ ജീവികളോട് പോലും ഇത്ര സ്നേഹവും കരുണയും കാട്ടിയെങ്കിൽ നമ്മുടെ കരളിൻ്റെ കരളുകളായ നമ്മുടെ ചോരകളായ മക്കളോട് നമ്മുടെ പെരുമാറ്റം ശരിയാക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ്. അവരെത്ര കുരുത്തം കെട്ടവരായാലും അവർക്കെതിരെ പ്രാർത്ഥിക്കരുത്. ഓർമ്മയുണ്ടല്ലോ, ഞാൻ മുമ്പ് പറയും, നിങ്ങളുടെ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സുദൈസി ഇമാം അറിയാലോ? സുദൈസി ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മനസ്സിലായിട്ടോ? ആരാണ്? റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു. അങ്ങനെയില്ലേ കുറച്ചൊക്കെ ഇല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇമാമും നല്ല ഉഷാറാണ്, സ്വഭാവം ഉഷാറാണ്,
നല്ലൊരു കുടുംബനാഥനും കൂടിയാണ്. നല്ലൊരു ക്ലാസ് ഒക്കെ എടുത്ത് ഭയങ്കര ഒരുപാട് ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അത്ര അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മൂപ്പര് തന്നെ ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനെ ഈ സ്വരം അങ്ങ് പഠിച്ചു പോയി, എന്തോ അറിയില്ല. ആ മനുഷ്യൻ ഒരു 5 മിനിറ്റ് ഒരു ക്ലിപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ ക്ലാസ് ഞാൻ പറയാതിരിക്കാൻ പറ്റൂല. അത് സഹോദരിമാരോടാണ്. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരിക്കലും ശപിക്കരുത്. അവർക്കെതിരായി നിങ്ങൾ ദുആ ചെയ്യരുത്. അവർ എത്ര കുരുത്തം കണ്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും. അറബിയിലാണ്, അദ്ദേഹത്തിന് ലളിതമായ അറബിയാണ്. ഞാൻ എൻ്റെ ഉമ്മയുടെ ദുആഇൻ്റെ ഫലമാണ്. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ദുആഇൻ്റെ ഫലമാണ്. ഞങ്ങളൊരു കുഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അയാളെ ചെറുപ്പകാലം പറയണം. ഞാനൊരു കുഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് നല്ല വികൃതിയായിരുന്നു. ഞാൻ നല്ലോണം വികൃതിയായിരുന്നു. അപ്പോൾ ഇവർ ഭക്ഷണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഒരു ഹാൾ, നമുക്ക് അറബികളെ ഹാളറിയാലോ, ഹാളിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഒരു ദിവസം എല്ലാവരും ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുവരെ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് പോയിട്ട് പൊയ്യ ആ പൂഴി മൊത്തം ഇങ്ങനെ വാരിക്കൊണ്ടുവരും. ഒരു 2 കൈയിലും കൊണ്ടുവന്നിട്ട് ഈ റൗണ്ടിലിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ 4 ചുറ്റും ഞാൻ ഓടുന്ന പോക്കിൽ ഇതെല്ലാം ഭക്ഷണത്തിൽ ഇങ്ങനെ വിതറിയിട്ടങ്ങ് പോകും. പൂഴി ഭക്ഷണത്തിൽ വീണാൽ നമുക്ക് തിന്നാൻ പറ്റുമോ? അവിടെയുള്ള ആളുകൾ അപ്പം എഴുന്നേൽക്കും. എനിക്കത് ശാപം. മിക്ക ദിവസങ്ങളിൽ എൻ്റെ പണി ഇതിനെ. പലരും പട്ടിണിയാണ്. എല്ലാവരും എന്നെ ശപിക്കും. ഇല്ല ഉമ്മി, ആ വാക്ക് അടിവരടണം. എൻ്റെ ഉമ്മ ഒഴിച്ചു. എൻ്റെ ഉമ്മ എല്ലാവരും ശകാരം കേട്ട് പൊട്ടി കരയും. കൂട്ടുകുടുംബത്തിലുള്ള ആളല്ലേ. അദ്ദേഹം പറയും, അല്ലാ എൻ്റെ പൊന്നു മോനെ നീ നന്നാക്കണേ അല്ലാ, അവനെ നീ ഹറമിലെ ഇമാമാക്കണേ അല്ലാ. അല്ലാ എൻ്റെ പൊന്നു മോനെ നീ നന്നാക്കണേ അല്ലാ, എൻ്റെ മോനെ നീ ഹറമിലെ ഇമാമാക്കണേ അല്ലാ, അത്രയ്ക്ക് ഉയരത്തിലെത്തിക്കണേ അല്ലാ. ഇതന്നെ എൻ്റെ ഉമ്മ പ്രാർത്ഥിക്കും. ഒരിക്കൽ പോലും എൻ്റെ കുരുത്തക്കേടിനെതിരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടും ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ എത്ര കുരുത്തക്കേടായിക്കോട്ടെ, നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമുക്ക് ആ ക്ലിപ്പ് ഞാൻ കുറേ ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആർക്കൊക്കെ ഫോർവേഡ് ആക്കി, പിന്നെ അത് വിട്ടുപോയി. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തരണം. എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് ആരത്തുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ താരത്ത് ചിരിക്കുന്നുണ്ട്. ആരത്തുണ്ടെന്ന് തോന്നുന്നത് ഉണ്ടാ. ഭയങ്കര സംഭവമാണ്. നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ മുൻഗാമികൾ, സ്വഹാബികളെ പഠിച്ചവർ, റസൂലുള്ളാഹിയെ പഠിച്ചവർ, സ്വഹാബികളെ പഠിച്ചവർ, താബിഉകളെ പഠിച്ചവർ, അവരുടെ ജീവിതം അങ്ങനെ തന്നെ അവർ പുലർത്തി പോന്നിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്രത്തോളം കുരുത്തക്കേടുണ്ടോ അത്രത്തോളം നമ്മുടെ മക്കൾ ബ്രില്യൻ്റ് ആണ്. ഡോക്ടറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവരും കൂടെ ചോദിച്ചു നോക്കി. അപ്പോൾ നമ്മൾ എത്രത്തോളം കുരുത്തക്കേടുണ്ടോ അത്രത്തോളം ബ്രില്യൻ്റ് ആണ് ആര്? നമ്മുടെ മക്കൾ. അത് ശാസ്ത്രീയ വശം തെളിയിക്കപ്പെട്ട കാര്യമാണ്. നമ്മളെന്ത് ചെയ്യും? ആ ബ്രില്യനെ അടങ്ങിയിരിക്കടാ എന്ന് പറഞ്ഞാൽ അടിച്ച് അവിടെ അമർത്തുകയാണ്. പിന്നെ ഈ കുട്ടി ബ്രില്യൻ്റ് ആവില്ല, മൂകനാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കുരുത്തക്കേട് എത്രയുണ്ടോ അത്രത്തോളം അവരുടെ കൂടെ നിന്ന് അവർ അപകടത്തിൽ വരാത്ത രൂപത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് കൂടെ നിൽക്കുക. ആ ക്ഷമയുടെ ഫലം നല്ലൊരു സന്താനത്തെ അള്ളാഹു നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഉപകാരമുള്ള ഒരു സന്താനം നമുക്ക് തരും ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അവർ ചില നന്മകളെ എല്ലാവരും മുമ്പിൽ വെച്ച് പ്രോത്സാഹിപ്പിക്കുക. പൊന്നാര റസൂലുള്ളാഹിക്ക് 2 പേരക്കുട്ടികളുണ്ടായിരുന്നു, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവർ ചെയ്യുന്ന ഏത് കാര്യത്തിനും റസൂൽ എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കും, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഹസനും ഹുസൈനും കൂടി നബീൻ്റെ എവിടെ കയറിയിരിക്കുകയാണ്? ചുമലിൽ കയറിയിരിക്കുകയാണ്, ആന കളിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറുന്നു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? നിഅമൽ ഫീൽ, നല്ല ആന. അപ്പൊ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ആന മാത്രമല്ല, അതിന്റെ മുകളിലിരിക്കുന്ന പാപ്പാന അതിനേക്കാൾ ഉഷാറാണ്. എന്തൊരു വാക്ക്! ഹസൻ റളിയല്ലാഹു തആല എപ്പോഴും പറയും, ആ വാക്കാണ് എന്നെ പ്രചോദിപ്പിച്ചത്. നിങ്ങൾക്ക് എത്ര വയസ്സായി? എന്ത് ചോദ്യാവസ്ഥ ചോദിക്കുന്നു? 40 വയസ്സാരെ കൈ വയ്ക്കേ? 40. എനിക്ക് 46ആയി. നിങ്ങൾക്കോ? 46 നമ്മളെ വയസ്സ് തന്നെ. അതിൻ്റെ അടുത്തായി. 40 മേലെ, 40-40ൻ്റെ മേലെയും പൊന്തിക്കോണോ? അതെ, 40 വയസ്സ് മാത്ര. അങ്ങനെയല്ല,
40 പേര്. അപ്പോൾ ഒരു ചോദിക്കണം 39 ആയാലോ? കുഴപ്പമില്ല, ഇങ്ങനെ അരക്കൈ പൊക്കിയാൽ മതി. കാരണമുണ്ട്. പരിശുദ്ധ ഖുർആൻ 46-ാമത്തെ അധ്യായം സൂറത്തു അൽ അഹ്ഖാഫ്. നോട്ട് ചെയ്ത് വെക്കണേ. 46-ാമത്തെ അധ്യായം സൂറത്തു അൽ അഹ്ഖാഫ്. അതിൽ അള്ളാഹ് 15-ാമത്തെ ഒരു ആയത്ത് പറയുന്നുണ്ട്. മൊബൈൽ ഉണ്ടെങ്കിൽ എടുത്തോളൂ, എടുത്തോ, നമുക്ക് എല്ലാവരും എടുക്കാമല്ലോ. അല്ലെങ്കിൽ ഖുർആൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതും ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തും 2 ആയത്ത് പഠിക്കണം. ഒന്ന് ദുആയാണ്, ഒന്ന് ജീവിതമാണ്. ജീവിതം ഏതാണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, ആളുകളുടെ സൗമ്യമായി പെരുമാറാനുള്ള മാനസികാവസ്ഥ. രണ്ടാമത്തത് പറഞ്ഞുതരാം, ജസ്റ്റ് ഖുർആനിലെ പേജാണോ? സൂറത്തുൽ അഹ്ഖാഫ് 46-ാമത്തെ സൂറത്ത് സൂറത്തുൽ അഹ്ഖാഫ്, ആയത്ത് നമ്പർ 15. പേജ് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കേ. 8 മിനിറ്റ് പേജാണ്. വസ്സൈനൽ ഇൻസാൻ എന്നാണ് ആയത്ത് തുടങ്ങുന്നത്. കണ്ടല്ലോ, 504. എടുത്താ? 46-ാം അധ്യായം സൂറത്തു എത്ര അധ്യായം പറഞ്ഞേ? 46-ാം അധ്യായം സൂറത്തുൽ 15-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. نقولي آية نقولي ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضى وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. ഈ ആയത്ത് എല്ലാമല്ല ഒരു ദുആയുണ്ട്. ആ ദുആ നമ്മൾ കാണാതെ പഠിക്കണം. എത്ര വയസ്സായാൽ? 40 വയസ്സായാൽ നിർബന്ധമാണ്. 39 വയസ്സായാലോ 37 വയസ്സായാലോ പ്രാക്ടീസാണ്. ഞാനല്ല പറഞ്ഞു, അള്ളയാ പറഞ്ഞു പഠിക്കണം. എന്താ പറഞ്ഞത്? വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മനുഷ്യനോട് അവന്റെ മാതാപിതാക്കളിൽ നന്മ ചെയ്യുവാൻ നാം വസിയത്ത് ചെയ്യുന്നു. വാപ്പാക്ക് ഉമ്മാക്ക് നന്മ ചെയ്യുവാൻ വസിയത്ത്, അള്ളാഹിന്റെ വസിയത്ത്. അള്ളാഹു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന നല്ല മക്കളാക്കി അള്ളാഹ് മാറ്റട്ടെ. നമ്മുടെ മക്കൾക്ക് അതുപോലെ നമ്മളോട് നന്മ ചെയ്യാൻ അള്ളാഹു അനുഗ്രഹം കൊടുക്കട്ടെ. ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ, അവന്റെ ഉമ്മ, അവന്റെ മാതാവ് അവനെ വിഷമിച്ചുകൊണ്ട് അവനെ ഗർഭം ചുമന്നു, വിഷമിച്ചുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു. വഫിസാലുഹു 30 ശഹറ, അല്ലേ? ഹംലുഹു വഫിസാലുഹു 30 ശഹറ, അവനെ ഗർഭം ചുമന്നതും മുലയൂട്ടി രണ്ടും കൂടി കൂട്ടിയിട്ട് 30 മാസമാണ്. എത്രയാ? 30. അപ്പോൾ ചുരുങ്ങിയത് 30 മാസം എന്ന് പറഞ്ഞാൽ 2.5 കൊല്ലം പ്രസവവും മുലയൂട്ടലും നടന്നിരിക്കണം, ചുരുങ്ങിയത്. അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞത് ഹൗലൈനി കാമിലൈനി, 2 വർഷം പൂർണ്ണമായിട്ടും കൊടുക്കണം. പറ്റിയില്ലെങ്കിൽ 2.5 വർഷം പ്രസവവും ഗർഭവുമായിട്ട് 2.5 വർഷമെങ്കിലും അവന് കിട്ടൽ അവകാശമാണ്. അള്ളാഹു നീതി പാലിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ചിലർക്ക് അബദ്ധങ്ങൾ വന്നുപോയിട്ടുള്ളവരുണ്ട്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. കാരണം ഒരു പ്രസവം കഴിഞ്ഞ് അപ്പം തന്നെ അടുത്ത പ്രസവമായി. അപ്പോൾ ഈ കുട്ടിക്ക് മുലയൂടൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ആ മക്കളോട് പ്രത്യേക കരുതലും സ്നേഹവും നമ്മൾ കാണിക്കണം. അത് അനീതിയല്ല, അവർക്ക് കിട്ടേണ്ട അവകാശം കിട്ടാത്തവരാണ്. കാരണം ഒന്നുകിൽ അന്തർമുഖയായിരിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു താല്പര്യമുള്ള ആൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇനിയെങ്കിലും നമ്മൾ പുതിയ തലമുറ മനസ്സിലാക്കുക,
ഗ്യാപ്പ് ഇട്ടിട്ടേ അടുത്ത പ്രസവം ആക്കാവൂ. ആക്കിയാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റൂല. അള്ളാന്റെ വിധിയാണെന്ന് പറയാൻ പറ്റൂല. അള്ളാന്റെ വിധിയല്ല, അതിന് കളിക്കാൻ പറ്റില്ല. എന്നാലും ശ്രദ്ധിക്കാം. ഇത് അടുത്തതാണ് നമ്മുടെ വാചകം. അവൻ തന്റെ പൂർണ്ണ ശക്തിപ്രായം എത്തുകയും 40 വയസ്സെത്തുകയും ചെയ്താൽ, സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള പ്രായം 40-ാം വയസ്സാണ്. ഒരു വാപ്പയും ഉമ്മയും എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നത് 40-ാം വയസ്സിലാണ്. റസൂലുള്ളാഹിക്ക് അല്ലാഹു ദഅവത്ത് നൽകിയത്, നബിയാക്കിയത്, പ്രവാചകത്വം നൽകിയത് 40-ാം വയസ്സിലാണ്. 40 വയസ്സിന് പ്രാധാന്യമുണ്ട്. നെല്ലും പതിരും ബോധ്യമായി പക്വതയെത്തുന്ന പ്രായം 40-ാം വയസ്സാണ്. ആ 40 വയസ്സെത്തിക്കഴിയുമ്പോഴാ ഉമ്മയുടെ കഷ്ടപ്പാട് അറിയുക. ഭാര്യയിലൂടെ, നമ്മുടെ ഭാര്യയിലൂടെ. ഉമ്മ നമ്മളെ വളർത്തിയ കഷ്ടപ്പാട് അറിയുക നമ്മുടെ ഭാര്യയിലൂടെ. നമ്മുടെ മക്കൾ വയസ്സെത്രയോ? നമുക്ക് 40 വയസ്സാകുമ്പോൾ മക്കൾക്ക് 18, 20 ഒക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ 15 ആയിട്ടുണ്ടാവും, ചിലപ്പോൾ 10 ആയിട്ടുണ്ടാവും. അല്ലേ? നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. വളർത്തിയെടുക്കേണ്ട കഷ്ടപ്പാട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ 40 വയസ്സെത്തിക്കഴിഞ്ഞാൽ അവൻ പറയേണ്ടതാണ്. എന്ത് പറയണം? റബ്ബി ഔസിഅനി എന്ന് പറഞ്ഞേ. റബ്ബി, എന്റെ രക്ഷിതാവേ, ഔസിഅനി, എനിക്ക് നീ പ്രചോദനം നൽകണമേ. അൻഅഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, എനിക്ക് നീ ഏതെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ അതിനെല്ലാം അല്ലാഹുവേ നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് നന്ദി ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകണമേ. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾ ഇരുവർക്കും നീ നൽകിയതിലും എനിക്ക് നീ പ്രചോദനം നൽകണേ. നമ്മളെങ്ങാനും നാടോടിയുടെ മോനായെങ്കിലോ? നാടോടിക്ക് വീടുണ്ടോ? ഡൽഹി ജുമാ മസ്ജിദ്, ഓൾഡ് ഡൽഹി ജുമാ മസ്ജിദിന്റെ പരിസരത്ത് പോകാൻ ഒരു അവസരം കിട്ടി. ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് പോയതാ വർഷങ്ങൾക്ക് മുമ്പ് അമീർ റോഡിൽ വെച്ച്. അങ്ങനെ കൊമ്പനെടുക്കാൻ ബഷീർക്ക, CL, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഞാനുണ്ട്. അങ്ങനെ ഓൾഡ് ജുമാ മസ്ജിദ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലോഡ്ജിലേക്ക് പോയി. ലോഡ്ജിലേക്ക് പോകുമ്പോൾ റോഡ് വിജനാണ്. രാത്രി തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ സ്വട്ടറും കിറ്ററൊന്നും കൊണ്ടുപോയിക്കില്ല. ഒരു പുതപ്പുണ്ടായിരുന്നില്ല, ഭയങ്കര തണുപ്പ്. അങ്ങനെ തണുപ്പ് കേട്ടത് ഒരു ചായ എല്ലാം കുടിക്കാന്നൊക്കെ അടിച്ച് പുറത്തിറങ്ങിയതാ. ഇറങ്ങിയപ്പോൾ റോട്ടിൽ മുഴുവൻ ചാക്ക് കിട്ടും. നമ്മളെ ചണത്തിന്റെ ചാക്ക് കെട്ട് ഇങ്ങനെ കിടക്കുക. നമ്മൾ പോകുമ്പോൾ ചാക്ക് കെട്ടുന്നില്ല. ഇങ്ങനെ ഡിവൈഡറിൽ വരെ ചാക്ക് കെട്ടാ, സൈഡിലും ചാക്ക് കെട്ടാണ്. ഞങ്ങളെ കൂട്ടി കൗതുകത്തോടെ പോയി നോക്കിയപ്പോൾ അതിനകത്തൊക്കെ മനുഷ്യന്മാരാ. തണുപ്പ് സഹിക്കാണ്ട് കാല് അതിനകത്തോട്ട് കയറ്റിയിട്ട് തലയിലൊരു കരിമ്പട്ടം കൊണ്ട് പൊതിഞ്ഞിരിക്കുക പലരും. സ്വന്തമായി വീടില്ല. ആ ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മക്കളായിരുന്നു നമ്മളെങ്കിലോ. അപ്പൊ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും ഉള്ള ശുക്ർ ചെയ്തോണ്ടല്ലേ നമുക്കൊന്നുമില്ലെങ്കിലും വാടക വീടെങ്കിലും കിട്ടിയത്, അല്ലേ? ഈ രംഗം ആലോചിച്ച് നോക്ക്. റബ്ബി ഔസിഅനി, എനിക്ക് നീ പ്രചോദനം നൽകണേ അല്ലാഹ്. അൻഅഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനെല്ലാം ശുക്ർ ചെയ്യാൻ, നന്ദി ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകണേ. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾ ഇരുവർക്കും നീ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിനും നന്ദി ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകണേ. അവരെ കാണുമ്പോൾ നമുക്ക് പ്രചോദനം. അൽഹംദുലില്ലാഹ്, ഈ സ്വന്തമായ വീടുണ്ടല്ലോ, അല്ലെ, വാപ്പ ഉണ്ടല്ലോ, ഉമ്മ ഉണ്ടല്ലോ, അല്ലേ? ഭയങ്കര വാക്ക്. അടുത്ത വാക്ക് നിനക്ക് തൃപ്തിപ്പെടുന്ന സാലിഹായ സൽക്കർമ്മം ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ അല്ലാഹ്. എന്റെ സന്താനങ്ങളെ ഞാൻ വിചാരിച്ച കോലത്തിൽ എനിക്ക് നീ നന്നാക്കി തരണേ. എന്താ അങ്ങനെയൊക്കെ അർത്ഥം വെച്ചത്? തഫ്സീറിൽ അങ്ങനെയുള്ളത് മനസ്സിലായ? എന്താ പറയാറിയോ? ചിലര് പറയും, ഉസ്താദേ എൻ്റെ മോൻ നല്ല മോൻ തന്നെ, നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ച കോലത്തിൽ ഇങ്ങനെ ആയി കിട്ടണില്ല. വാപ്പമാര് പറഞ്ഞവരുണ്ട്, ഉമ്മമാര് പറഞ്ഞവരുണ്ട്. ഇത് വാപ്പ ഉമ്മ ഒരു നന്നാകുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ ഇങ്ങനെ ആയി കിട്ടും. നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ച കോലത്തിലായി കിട്ടും. പിന്നെ നിസ്കരിക്കണോ ഞാൻ പോയി വിളിക്കാണ്ട് എഴുന്നേക്കൂല. എനിക്ക് അങ്ങനത്തെ ഒരു ബോധം ഇങ്ങ് വരുന്നില്ല. എന്താ ചെയ്യേണ്ടത്? അള്ളാഹിനോട് പറയാ. അള്ളാഹ് ഈ വാചകം, ഏത് വാചകം?
വാസ്ലിഹ്. കാരണം ഈ വാചകം എപ്പോഴും നമ്മൾ പറയാ ഈ മക്കൾക്ക് ഈ സൂക്കേട് വരുന്ന സമയത്താണ്. അപ്പൊ നമുക്ക് വയസ്സ് എത്രയൊക്കെ ഉണ്ടാവും? 40 വയസ്സൊക്കെ ഉണ്ടാവും. സത്യമല്ലേ? ചെറിയ കുഞ്ഞല്ലല്ലോ. 40 വയസ്സ് എത്ര എന്നുള്ളതാ പറയാൻ കാരണം, നമുക്ക് 40 വയസ്സെടുത്താകുമ്പോൾ ഈ പിള്ളേർമാരി കളിയാ 19, 18, 20 കെട്ടിയാണെങ്കിൽ 19, 18, 17, 16 അല്ലേ? ആ മക്കളല്ലേ നമ്മുടെ കളിയാ ടീനേജ് എന്നാണ് പോവാ അല്ലേ? കളി മൊത്തം ആ സമയത്താ. ചിലരുണ്ട് ഉമ്മാൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു നിൽക്കൽ 13 വയസ്സാകുമ്പോൾ സ്വരമൊക്കെ ഒന്ന് കടുക്കും അങ്ങനെ. അപ്പം വിചാരിച്ചോണ്ട് ഇതെന്തോ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ പറയാ, ഒരു പഴയ ആളല്ല. ഉമ്മാൻ്റെ അടുത്ത് വലിപ്പം നോക്കാം, ഉമ്മാനെക്കാളും ഞാൻ വലുതായിട്ടുണ്ട്, മനസ്സിലായ? അപ്പോൾ വിചാരിച്ചോണ്ട് ഇവൻ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്താ മോനെ? ഒന്നുമില്ല, ഇങ്ങനെ നിന്ന് നോക്കുന്നു. ഇതൊരു സിഗ്നലാ, ഞാൻ വലുതായി എന്ന് കാണിക്കാനുള്ള സിഗ്നലാ. അപ്പൊ നമുക്ക് എത്ര വയസ്സാവും? 40 വയസ്സാവും. അപ്പൊ എന്താണ് ഈ പ്രാർത്ഥന? എന്താ പ്രാർത്ഥന? അല്ലാ, ഞാൻ വിചാരിച്ച കോലത്തിൽ എന്റെ മോനെ നന്നാക്കി തരണേ, എന്റെ മോളെ നന്നാക്കി തരണേ അല്ലാ. ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു അല്ലാ. ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് അല്ലാ. ഏതാ വയസ്സിൽ ചൊല്ലുണ്ട്? 40 വയസ്സിൽ. 40 വയസ്സിന് മുമ്പ് ചൊല്ലിയാൽ പ്രാക്ടീസാണ്. കാരണം എന്താ, അപ്പൊ എന്തായാലും ചൊല്ലുമല്ലോ, പഠിച്ച് പ്രാക്ടീസ് ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ദ്വാരക്കാം. 10 വട്ടം ചെയ്യുമ്പോൾ അങ്ങനെ പഠിച്ചോ. 10 വട്ടം പഠിച്ചാൽ മതി, ശരിയാവും ഇൻഷാ അല്ലാഹ്. എന്ന് മറന്നു പോലെ ഈ ദുആ മറക്കരുത്, മറ്റത് മറക്കരുത്. ഏത്? നമ്മളെ ആലി ഇമ്രാനിലെ 159 അത് കാണാൻ പഠിക്കണമെന്നില്ല, ഓർമ്മ വെച്ചാൽ മതി. ഇത് കാണാൻ പഠിക്കണം. കാരണം 40 കഴിഞ്ഞവരുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കല്ലേ എൻ്റെ മോൻ നന്നാവാത്തത്. അതന്നെ. എന്താ അള്ളാഹുവിനോട് ദ്വാരുന്നില്ല? നമ്മൾ എല്ലാവരും പരാതി പറയും. അള്ളാഹുവിന്റെ പരാതി പറഞ്ഞോ? അള്ളാഹ് എൻ്റെ മോനെ എനിക്ക്. നിങ്ങൾക്കറിയാമോ മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ ആരാണ്? പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ലാസ്റ്റ് 5 മിനിറ്റ് ഇപ്പം തീർക്കട്ടോ, ഇനി ഞാൻ പറയില്ല, നിർത്തി. മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ താബിഈ പണ്ഡിതനാണ്. എന്താണ് താബിഈ പണ്ഡിതൻ? താബിഈ എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ കണ്ടവർക്കാണ് എന്ത് പറയാ? താബിഈങ്ങൾ എന്ന് പറയാ. അതെ, സ്വഹാബിയല്ല, സ്വഹാബിനെ കണ്ടു. അപ്പൊ ഈ താബിഈങ്ങൾ എന്തിനാ സ്വഹാബികളെ കാണാൻ പോണത്? സ്വഹാബികളുടെ ജീവിത രീതി പഠിക്കാൻ വേണ്ടി. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സ്വഹാബികളുടെ ജീവിത രീതി പഠിക്കാൻ വേണ്ടി വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് മസ്ജിദ് നബവിയിലേക്ക് ഈ താബിഈങ്ങൾ വരും. അതിൽ ഒരാളാണ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ. അദ്ദേഹം മദീനത്ത് വന്നപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരെ നിരീക്ഷിക്കും, ഓരോ സഹാബികളെ നിരീക്ഷിക്കും. അപ്പൊ അദ്ദേഹത്തിന് കൗതുകം തോന്നിയ ഒരു സഹാബുണ്ട്. സഹാബിയുടെ പേരുണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ്. പേരെന്താണ്? ഫുളൈൽ ഇബ്നു ഇയാദ്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ഖുർആന്റെ ആയത്ത് ഒരു പെണ്ണ് ഓതുന്നത് കേട്ടിട്ട് ഹിദായത്തിലേക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്ത, ഖുർആൻ കൊണ്ട് പരിവർത്തനം ചെയ്ത മനുഷ്യനാണ് ആര്? ഫുളൈൽ ഇബ്നു ഇയാദ്. ഈ സഹാബിനെ ഓർമ്മയുണ്ടാവും. ഖുർആൻ കേട്ട് മാറ്റം വന്ന് വ്യഭിചാരമൊക്കെ നിർത്തിയിട്ട് ഏറ്റവും നല്ല ആളായി മരുഭൂമിയിലെ പേപ്പട്ടി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയാം. ഒരു പെണ്ണിന് വഴി നടക്കാൻ പറ്റില്ല, എല്ലാത്തിനെയും ബലാത്സംഗം ചെയ്യലാ പണി. ഈ സ്വഹാബി അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികളെ സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് വിനയപ്പെട്ടവരാൻ ഇനിയും സമയമായില്ലേ എന്ന ആയത്ത് അതങ്ങോട്ട് കേട്ടപ്പോൾ, സൂറത്തുൽ ഹദീദിലെ ഈ ആയത്ത് കേട്ടപ്പോൾ ഹൃദയം പരിവർത്തനം ഉണ്ടായി. ഇറങ്ങി ഓടി, വ്യഭിചരിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടി പേടിച്ചിട്ട്. കാരണം ഈ പെണ്ണുങ്ങൾ നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുക. കാരണം ഇയാൾ ചെറ്റ പൊക്കി, ചെറ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ, ചെറിയ ചെറിയ പോരൻ്റെ ചെറ്റ വാതിൽ പൊക്കിയിട്ട് കയറി ചെല്ലുമ്പോൾ ഒരു കിളവിയാണ്. ആ കിളവി നിസ്കാരത്തിൽ ഉറക്കെ ഓതി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ കയറി ചെല്ലുന്നത്. ഈ വാക്ക് ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന് വലിയ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇറങ്ങി ഓടുകയാണ്. ഈ വാചകം ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു വാചകമാണ്. ഇത് ആരാണ് പറയുന്നത്? അപ്പൊ ആളുകൾ പറഞ്ഞു കൊടുത്തുതാ അവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൊല്ലാറുള്ളത്. അങ്ങനെ ഇതിൽ പോയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് ഇത് കേൾക്കുകയും പരിവർത്തനം ഉണ്ടാവും, ഹിദായത്തിന്റെ ഒരു ചെയ്ത ആളാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. ഈ ഫുളൈൽ ഇബ്നു ഇയാദിനെ ആര് കാണുകയാണ്? നേരത്തെ പറഞ്ഞ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ കാണുകയാണ്. അപ്പൊ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയ്ക്ക്, ശ്രദ്ധിക്കണേ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയ്ക്ക് ഈ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല എന്ത് ചെയ്യും? ഈ ഖുർആനിൽ പഠിപ്പിച്ച് നമ്മളിപ്പോൾ പഠിച്ചത് റബ്ബി, ഇങ്ങനെ റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക, ദുആ ചെയ്യണം. കുറേ ദുആ ചെയ്ത് കൊടുത്തിരുത്. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഉണ്ടായിരിക്കും.
കരയും. പിന്നെ പൊട്ടല, എന്റെ സന്താനങ്ങളെ ഞാൻ വിചാരിച്ച പോലത്തിൽ എനിക്ക് നീ നന്നാക്കി തരണേ അല്ലാഹ്. കുറെ നേരം കരയും. അപ്പൊ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. എല്ലാ ദിവസവും ഇത് തന്നെ. എന്നിട്ട് ഇദ്ദേഹം അള്ളാഹിനോട് പറയാം, അല്ലാഹ് എൻ്റെ പൊന്നുമോൻ അലി, എന്താ വാക്ക്, എൻ്റെ പൊന്നുമോൻ അലി, അവനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമം നടത്തി അല്ലാഹ്, ഓൻ നന്നായില്ല അല്ലാഹ്, ഓനെ നീ നന്നാക്കണേ അല്ലാഹ്. ആരാണ്? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു മോനുണ്ട്. മോന്റെ പേര് അലി എന്നാണ്. ബാല്യക്കാരനാണ്, ചെറിയ 10-15 വയസ്സുള്ള ചെറിയ ആളാണ്. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ, വാപ്പമാരെ ചെറുപ്പത്തിൽ കുരുത്തക്കേട് ചിലപ്പോൾ എന്ത് ചെയ്യും, അതേ പ്രായത്തിൽ ആർക്ക് കിട്ടും, ചിലപ്പോൾ മക്കൾക്ക് കിട്ടും. ദേഷ്യം വരുന്നുണ്ടോ? കുറച്ചൊക്കെ ശരിയല്ലേ പറഞ്ഞാൽ? എല്ലാതും അല്ല, ചിലപ്പോൾ കിട്ടും. കിട്ടുമ്പോൾ ഈ ചില വാപ്പമാർ മിണ്ടൂല, അതേ പണ്ടേ അതിനേക്കാളും വലുതായിരുന്നു ഞാൻ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആര്? ഫുദൈൽ ഇബ്നു ഇയാദ്. ഭയങ്കര കുരുത്തക്കേട് മോന് അലി. അല്ലാഹ് എൻ്റെ മോൻ അലീനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമം നടത്തി അല്ലാഹ്, നീ അവനെ നന്നാക്കണേ അല്ലാഹ് എന്നും പറഞ്ഞ് കരയും. അങ്ങനെ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഫുദൈൽ റളിയല്ലാഹുവിന്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ഹൃദയം പൊട്ടും. ഒരു സഹാബിയാണല്ലോ അള്ളാഹുവോട് ഇങ്ങനെ കരയണത് മോനെ നന്നാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ സമയം കഴിഞ്ഞു. ഞാൻ എൻ്റെ നാട്ടിലേക്ക്, കപ്പലിലേക്ക് മടങ്ങി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മസ്ജിദ് നബവിയിൽ എനിക്ക് പോകേണ്ടി വന്നപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ക്ലാസ് എടുക്കുന്നു. താടിയെല്ലാം വെച്ച് നല്ലൊരു ചെറുപ്പക്കാരൻ ക്ലാസ് എടുക്കുന്നു മസ്ജിദ് നബീന്റെ ഓരത്ത്. ആയിരക്കണക്കിന് ജനങ്ങൾ സാഗൂതങ്ങനെ ഇങ്ങനെ നോട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൗതുകത്തോട് ചോദിച്ചു, ഇത്രയും വലിയ വയസ്സന്മാരായ ആൾക്കാർക്ക് ഈ ചെറുപ്പക്കാരന് ക്ലാസ് എടുക്കണമെങ്കിൽ അയാൾ ചില്ലറക്കാരനല്ലോ, ആരാണ് അയാൾ? നിങ്ങൾക്കറിയില്ലേ, അത് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിന്റെ മോൻ അലിയാണ്. ഇവിടെ ആരാ ഞെട്ടിയെന്നറിയോ? ഇവിടെ ആരാ ഞെട്ടിയത്? ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്. ഇതൊരു കരച്ചിൽ. അല്ലാഹുവേ, ഫുദൈൽ വഫാത്തായി പോയല്ലോ, അദ്ദേഹം ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ, ഈ മോൻ നന്നായതൊന്ന് കണ്ടിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ഫുദൈൽ വഫാത്തായി പോയി. ഈ മോൻ നന്നായത്, വാപ്പാനേക്കാളും മുകളിലെത്തിയ, വാപ്പാനേക്കാളും ദറജയിലെത്തിയ ഈ മോനെ ആ വാപ്പ എന്ന് കൺകുളിർക്ക് കണ്ടിരുന്നെങ്കിൽ. എന്നിട്ട് ഇബ്നു മുബാറക് അല്ലാഹുവിനെ കണ്ണുനീർ തുടച്ച് കൂടെ ഇരുന്ന സഹാബിനോട് പറയാണ്, ആളോട് പറയാണ്, ഇല്ല, ഇപ്പോ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഖബറിൽ സന്തോഷിക്കുന്നുണ്ടാവും. കാരണം റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് വിചാരണ കഴിഞ്ഞ് ഖബറിൽ കിടക്കുന്ന മനുഷ്യന് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രകാശം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ പ്രകാശം കിട്ടുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യൻ ചോദിക്കും, അല്ലാഹ് എനിക്ക് എന്താണ് ഈ പ്രകാശം കിട്ടാൻ കാരണം? റസൂലുള്ളാഹിന്റെ ഹദീസാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ബി വലദിക ലക, നിനക്കുള്ള സന്താനത്തെ കാരണം കിട്ടിയതാണ്. അവൻ അമല് ചെയ്യുമ്പോൾ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫുദൈലിന് അത് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ, അൽഹംദുലില്ലാഹ്, എനിക്ക് സന്തോഷമായി. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ? എങ്ങനെയുണ്ട്? അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നിരന്തരം നമ്മുടെ കണ്ണടയുവോളം നമ്മുടെ മക്കളെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ദുആ തിരഞ്ഞെടുക്കണം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി എന്ന് പറയുമ്പോൾ ഹൃദയം പൊട്ടണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ മക്കളെ മോശമൊന്നല്ല, നല്ലതാണ്. പക്ഷെ നമ്മൾ വിചാരിക്കില്ല, ഞാനും ഭാര്യയും വിചാരിച്ച പോലത്തിലാവില്ല, കുറച്ചുകൂടി ഇത് ശരിയാവാനുണ്ട്, അവരൊക്കെ ഇത് പ്രാർത്ഥിക്കണം. അതല്ല വെറുതെ 40 വയസ്സ് പറഞ്ഞ് ഇനി മറന്നു പോയതുവാ, പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയും. ഞാൻ നിർത്തട്ടെ, എനിക്ക് മതിയായി. നിങ്ങൾക്ക് നേരത്തെ മതിയായിട്ടുണ്ടാവും, പിന്നെ ഞാൻ എന്നെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. സാരല്ല, അള്ളാഹു പ്രതിഫലം തരട്ടെ. ആമീൻ. അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. നമ്മുടെ ഇരുത്തവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഇരുത്താക്കി തരട്ടെ. നമ്മൾ സംസാരിച്ചത് നമ്മുടെ സ്വന്തം ജീവിതത്തിലാണ്. ഞാൻ ഒരു പ്രസംഗ പരുവത്തിലല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഞാനൊരു ശരിക്കും ഹൃദയത്തിൽ തട്ടി. ഞാനൊരു 19 വയസ്സുള്ളൊരു മോനുള്ള ആളാണ്. ഒരു മോള് 24, അവളിപ്പോൾ കല്യാണം കഴിച്ചു, ഇപ്പം മോനുണ്ട്. അപ്പം അങ്ങനെ ഒരു രക്ഷിതാവും കൂടിയാണ് ഞാൻ. ഞാൻ എനിക്കും കൂടിയാണ് സംസാരിക്കുന്നത്. അള്ളാഹു എന്നെയും നമ്മളെ എല്ലാവരെയും ഈ രൂപത്തിൽ മക്കളിലൂടെ നന്മ കിട്ടുന്ന, മക്കളിലൂടെ പ്രതിഫലം ലഭ്യമാകുന്ന, മക്കളിലൂടെ നമ്മളെ ഖബറിൽ വെളിച്ചം കിട്ടുന്ന നല്ല മാതാപിതാക്കളായി മാറാൻ നമ്മളെയും നമ്മളെ ഭാര്യമാരെയും
നമ്മുടെ കുടുംബങ്ങളെയും വിശ്വാസികളെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ പോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹു. അള്ളാഹു ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ഏൽപ്പിച്ചവരുണ്ട്, അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അള്ളാഹു. അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത്രയും സമയം ആ നടുവേദനയൊക്കെ സഹിച്ച് കാലുവേദനയൊക്കെ സഹിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അള്ളാഹു അവർക്ക് നിറച്ച് നീ അജ്ർ കൊടുക്കണേ അള്ളാഹ്, പ്രതിഫലം കൊടുക്കണേ അള്ളാഹ്. ഓരോ നിമിഷവും അവർക്ക് ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകണേ അള്ളാഹ്. മക്കളുണ്ട്, അവർക്കൊക്കെ വേറെ പോകാം, മൊബൈലിൽ കളിക്കാം, പക്ഷെ അതെല്ലാം ഇട്ടിട്ട് അള്ളാഹിൻ്റെ ദീന് കേൾക്കാൻ വേണ്ടി കുഞ്ഞു മക്കളും ചെറുപ്പക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ ബർക്കത്ത് ചൊരിയണേ. നമ്മുടെ മുതിർന്നവർ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ്. അള്ളാഹു അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്ത പലരും ഇന്ന് ഖബറിലാണ്. നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഒരുമിച്ചുണ്ടാവുകയും പല റമദാനുകളിലും ഒരുമിച്ചവർ ഇന്ന് പലരും ഖബറിലാണ്. അള്ളാഹുവിടെ ഖബർ ജീവിതം എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റിത്തരണേ അള്ളാഹ്. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റിത്തരണേ അള്ളാഹ്. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റിത്തരണേ അള്ളാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا.